ഇന്നലെ നാം രാത്രിയിൽ ശ്രദ്ധിച്ച വിഷയം ഞാൻ 3 വാക്കുകളിൽ സംക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുന്നു. நேற்றைக்கு இரவிலே நாம் தியானித்த வார்த்தைகளை 3 காரியங்கள் சொல்லி முடித்தேன். സൃഷ്ടിതാവിന്റെ പ്രതിരൂപമായി തീരുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിത്തവരുடைய സായലാக മാറുவது என்று சொன்னால் പറഞ്ഞു ആദാമിൻ്റെതല്ല മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ രൂപം. ஆதாமுடைய சாயல் அல்ல, மாறாக ஆண்டவராகிய இயேசு கிறிஸ்துவுடைய சாயலாக மாற வேண்டும். ഒരു നിഴലായിരിക്കാനായിട്ടല്ല, പ്രതിരൂപമായിരിക്കാനായിട്ട്. நாம் ஒரு நிழலாக இருப்பதற்கல்ல, நாம் சாயலாகவே இருக்க ஆண்டவர் விரும்புகிறார். നിഴലും പ്രതിബിംബവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. நிழலுக்கும் നേരടിயான அந்த பிம்பத்திற்கும் வித்தியாசம் உண்டு. നിഴല് കണ്ട ഒരാളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? நிழலை பார்த்து ஒருவரை நம்மால் புரிந்து கொள்ள முடியுமா? പറ്റുമോ? முடியுமா? എന്നാൽ പ്രതിരൂപം കണ്ട് തിരിച്ചറിയാം. ஆனால் உருவத்தை பார்த்தால் நம்மால் புரிந்து கொள்ள முடியும். നമുക്ക് പരിചയമുള്ള ഒരാളുടെ പിൻഭാഗത്തിന്റെ ഫോട്ടോ കണ്ടാലും നമുക്ക് തിരിച്ചറിയാം. நமக்கு நன்றாக பழக்கமுள்ள ஒரு நபருடைய பின்பகுதியை பார்த்தால் கூட நம்மால் புரிந்து கொள்ள முடியும். അപ്പൊ പ്രതിബിംബവും നിഴലും തമ്മിൽ വ്യത്യാസമുണ്ട്. നിഴലുക്കും அந்த பிம்பத்திற்கும் வித்தியாசம் உண்டு. ദൈവത്തിന്റെ നിഴലായിട്ടല്ല നമ്മളെ സൃഷ്ടിച്ചത്, ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് സൃഷ്ടിച്ചത്. தேவனுடைய நிழலாய் இருப்பதற்கல்ல தேவன் நம்மை சிருஷ்டித்தது, தேவனுடைய சாயலாய் இருப்பதற்கு நம்மை சிருஷ்டித்தார். നാം നിഴലല്ല പ്രതിരൂപമായിരിക്കണമെങ്കിൽ ഒന്ന് നമുക്ക് ദൈവത്തോടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. நாம் நிழலாக அல்ல, நாம் தேவனுடைய சாயலாக இருக்க வேண்டுமானால் நாம் தேவனுடைய ഒരു ബന്ധമുണ്ടായിരിക്കും. தேவனுக்கு நமக்கு ஒரு உறவு இருக்க வேண்டும். ദൈവത്തോടുള്ള ആ ബന്ധം ഉണ്ടാകണമെങ്കിൽ தேவனுக்கும் நமக்கும் இந்த உறவு உண்டாக வேண்டுமானால் നമുക്ക് മാനസാന്തരം ഉണ്ടാകണം. நமக்கு மனம் திரும்புதல் அவசியமா இருக்கு. സുവിശേഷം കേട്ട് നമുക്കൊരു മാനസാന്തരം ഉണ്ടാകണം. സുവിശേഷത്തെ കേട്ട് നാം മനം തിരുമ്പ வேண்டும். മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ തിന്മയെ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്കും ദൈവത്തിന്റെ നീതിയിലേക്കും തിരിയുക എന്നുള്ളത്. മനം തിരുമ്പുதல் என்று சொல்வது தீமையை வெறுத்துவிட்டு தேவனை நோக்கி தேவனுடைய காரியங்களில் நாம திரும்புவது என்பதாயிருக்கிறது. ദൈവത്തോടുള്ള ബന്ധം ഉണ്ടാകുവാൻ, தேவனோடுள்ள தொடர்பு உண்டாக മാനസാന്തരപ്പെട്ട് மனம் திரும்பி ദൈവോന്മുഖരായി തീരുമ്പോൾ தேவனுக்கு நேராக வரும்போது നമ്മുടെ മുഖങ്ങൾ ഒരു കണ്ണാടി പോലെ അദൃശ്യനായി ദൈവത്തെ കാണിക്കും. நம்முடைய முகம் ஒரு கண்ணாடியை போன்று தேவனுடைய சாயலை വെളിപ്പെടുത്തും. ദൈവത്തിന്റെ പ്രതിബിംബങ്ങളായി തീരുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രതിനിധീകരിക്കുവാനായി സാധിക്കൂ. தேவனுடைய சாயலாக மாறும்போதுதான் தேவனுடைய பிரதிநிதியாக நாம் நிற்க முடியும். പ്രതിനിധീകരിക്കണമെങ്കിൽ നാം പ്രതിനിധീകരിക്കുന്ന സത്യത്തിൽ പങ്കാളികളായി തീരും. நாம் பிரதிநிதியாக நிற்க வேண்டுமானால் நாம் எதற்கு பிரதிநிதியாக இருக்கிறோமோ அந்த சத்தியத்தில் நாம் பங்காளிகளாக இருக்க வேண்டும். ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഞാൻ ചില ഇംഗ്ലീഷ് വാക്കുകൾ ഈ പറഞ്ഞതിന് വേണ്ടി തരാൻ പോവാണ്. ആംഗ്ലം தெரிந்தவர்களுக்கு நான் இதோடு சேர்ந்து சில வார்த்தைகளை சொல்கிறேன். ദൈവത്തിന്റെ പ്രതിച്ഛായയാകണമെങ്കിൽ, தேவனுடைய சாயலாக மாற வேண்டுமானால் നമുക്ക് ദൈവത്തോട് റിലേഷൻഷിപ്പ് ആവശ്യമാണ്, ബന്ധം ആവശ്യമാണ്. தேவனோடு நமக்கு ஒரு உறவு அவசியம். ആ ബന്ധം റിപ്പന്റൻസിൽ കൂടെ ഉണ്ടായി വരികയുള്ളൂ. அந்த മാനസാന്തരത്തിൽ அந்த ഉറവ് മനം തിരുമ്പുதல் മൂലமாக വെളിപ്പെടും. ആ റിപ്പന്റൻസ് ഉള്ളവർ ദൈവത്തോട് ബന്ധപ്പെടുമ്പോൾ ദൈവത്തിന്റെ മുഖം നമുക്ക് പ്രതിബിംബിക്കുവാൻ സാധിക്കും. அப்படி மனம் திரும்பினவர்கள் தேவனுடைய சாயலை, தேவனுடைய முகத்தை வெளிப்படுத்துவார்கள். അവിടാണ് റിഫ്ലക്ഷൻ വരുന്നത്. റിപ്പന്റൻസ് ലീഡ്സ് ടു റിഫ്ലക്ഷൻ. அங்கேதான் மனம் திரும்பினவர்கள் தேவனை வெளிப்படுத்துகிறவர்களாக மாறுகிறார். ദൈവത്തെ നാം പ്രതിബിംബിപ്പിക്കുമ്പോഴേ നമുക്ക് ദൈവത്തെ പ്രതിനിധീകരിക്കുവാൻ കഴിയത്തുള്ളൂ. റെപ്രസെന്റേഷൻ. தேவனை வெளிப்படுத்துகிறவர்கள் தான் தேவனுக்கு தேவனுடைய பிரதிநிதியா இருக்கிறவர்கள் தான் தேவனை வெளிப்படுத்த முடியும். ഇംഗ്ലീഷ് അറിയാവുന്ന മക്കൾ എന്റെ വാക്കുകളെന്ന് പറഞ്ഞേ. ആംഗ്ലം தெரிந்தவர்கள் சொல்லலாம். റിലേഷൻഷിപ്പ്, റിപ്പന്റൻസ്, റിഫ്ലക്ഷൻ, റെപ്രസെന്റേഷൻ. എളുപ്പമല്ലേ? ഈസിയാണല്ലേ? ഇന്നലെ വരാതിരുന്നവരുടെ അനുഗ്രഹത്തിനായിട്ടാണ് ഇന്നലത്തെ സന്ദേശം ഞാനിപ്പോൾ ഇങ്ങനെ സംക്ഷിപ്തമായി പറഞ്ഞത്. நேற்றைக்கு வராதவர்களுடைய ஆசீர்வாதத்திற்காக தான் நான் நேற்றைக்கு சொன்னதை இன்றைக்கு சுருக்கமாக சொன்னேன். നമുക്ക് നമ്മുടെ ശ്രദ്ധ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ നമ്മുടെ കുറിവാക്യങ്ങളിലേക്ക് വരാം. நம்முடைய கவனத்தை நாம் கொலோசியர் நிருபத்திலே நம்முடைய തിരുവുകോൽ വസനത്തിക്ക് നിരാകരണം. ഇന്ന് നിങ്ങൾ എല്ലാവരും ശുഭ്രവസ്ത്രം, വെള്ള വസ്ത്രം ധരിച്ചാണ് ഇവിടെ 80% ആൾക്കാർ വന്നിരിക്കുന്നത്.
இங்கே இருக்கிற 80% ஆட்களும் இன்றைக்கு வெண்மையான வஸ்திரத்தை தரித்து கொண்டு வந்திருக்கிறீர்கள். നിങ്ങൾ ആരും രാത്രിയിൽ ഉടുത്തിരുന്ന കൈലിയോ നൈറ്റിയോ ഇട്ടോണ്ടല്ല ഇവിടെ വന്നേക്കുന്നേ. நேற்றைக்கு இரவிலே நீங்கள் அணிந்திருந்த கைலியோ அல்லாவிட்டால் வஸ்திரங்களையோ தரித்து கொண்டு யாரும் இங்கே வரவில்லை. രാത്രി ഇട്ടിരുന്ന ലുങ്കി ഉടുത്ത് വന്ന വല്ല മിടുക്കന്മാരും ഇവിടെ ഉണ്ടോ? இரவிலே உடுத்திருந்த லுங்கியை உடுத்துக்கொண்டு வந்த யாராவது இங்கே இருக்கிறீர்களா? മിനിഞ്ഞാന്ന് മേടിച്ച പുതിയ നൈറ്റി ആയിരിക്കും ഏതെങ്കിലും അമ്മാമ്മമാര് അതിട്ടോണ്ട് വന്നിട്ടുണ്ടോ? முன்தினம் வாங்குறதான புதிய நைட்டியை போட்டுக்கொண்டு யாராவது வந்திருக்கிறீர்களா? ആരും ഒന്നും കാണിക്കാൻ പറ്റിയില്ല. സഭായോഗത്തിന് പോയി എന്റെ മോൻ മേടിച്ചു വന്ന് നൈറ്റിയാന്നും പറഞ്ഞ് ആരും കൊണ്ടുവന്നിട്ടില്ലല്ലോ. അവൻ ഇതെന്നുடைய മകൻ വാങ്ങി തന്ന നൈറ്റി എന്ന് കാണിപ്പதற்காக யாரும் போட்டுக்கொண்டு வரவில்லையே. അതിന്റെ കാര്യം എന്താണ്? ಅದಕ್ಕೆ ಕಾರಣ என்ன? കുറെ കാലമായി നമ്മൾ ഒരുങ്ങുകയാണ് നമ്മുടെ ഡിസ്ട്രിക്ട് കൺവെൻഷന്റെ ഞായറാഴ്ച സഭായോഗത്തിന് പോകണമെന്നുള്ളത്. നാം അനേക നാളുകളാக ആയത്തമായി കൊണ്ടിരിக்கிறோம் நம்முடைய സെൻട്രൽ കൺവെൻഷനുக்கு போக வேண்டும் என்று. നമ്മൾ വീട്ടിൽ ഒത്തിരി ക്രമീകരണമൊക്കെ വരുത്തി. നാം വീട്ടിൽ അനേക ഒഴുങ്ങുകൾ എല്ലാം ഏർപ്പാട് ചെയ്തു. മിക്കവാറും പേര് രാവിലെ കുളിച്ചു, കാലയിൽ എഴുந்து കുളിத்தோம். രാത്രി ഇട്ടിരുന്ന വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു, இரவில் ഉടുത്തിരുന്ന വസ്ത്രത്തെ കഴറ്റിയിട്ടோம். നമ്മുടെ ശരീരം കഴുകി വെടിപ്പാക്കി, നാം നമ്മുടെ ശരീരത്തെ ശുദ്ധപ്പെടുത്തിനோம். അലക്കി തേച്ച് വെച്ചിരുന്ന നമ്മുടെ വെണ്മയാർന്ന വസ്ത്രങ്ങൾ ഇട്ടു. അവൻ അലക്കി തേയ്ത്തു വയ്ത്തിരുന്നതാണ് നമ്മുടെ വെണ്മയാർന്ന വസ്ത്രത്തെ ധരിച്ചുകൊണ്ടു. അത് ഒന്ന് ചുളുങ്ങാറെ അകത്ത് വരണമെന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ ബസ്സിൽ ഒരാൾ അടുത്തിരിക്കാതെ ഇങ്ങനെ പിടിച്ചു തൂങ്ങി നിന്നത്. അവൻ നാം പോട്ടിരുന്ന വസ്ത്രം അത് சுருங்கிவிடக்கூடாது, மடங்கிவிடக்கூடாது என்பதற்காக பஸ்ஸில் கூட கீழே அமராமல் நாம் கம்பியை பிடித்துக் கொண்டே வந்தோம். ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ NCC ഉണ്ട്. நான் ஸ்கூல்ல படிக்கும் பொழுது நான் NCCல இருந்தேன். അപ്പോൾ ചിലപ്പോൾ തിരുവനന്തപുരത്ത് പരേഡിന് കൊണ്ടുപോകും. ചില നേരങ്ങളിൽ തിരുവനന്തപുരത്തിലെ പരേഡുക്ക് செல்வோம். പരേഡിന് കൊണ്ടുപോകുന്ന പോലെ ബുദ്ധിമുട്ടിയ ഒരു പരിപാടി. പരേഡുക്ക് കൊണ്ടുപോകുന്നത് പോലെ കഷ്ടമായ കാര്യം വേറൊന്നുമില്ല. അവർ മിലിറ്ററി ട്രക്കിലാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അവരുടെ മിലിറ്ററിയുടെ ട്രക്കിലെ ഞങ്ങളെ കൊണ്ടുപോവാர்கள். അവിടെ ഇരിക്കാൻ സീറ്റില്ല. അക ഇരുപ്പதற்கு സീറ്റ് ഇല്ല. ഇങ്ങനെ പിടിച്ചു തൂങ്ങി നിൽക്കണം. അതിനെ പിടിച്ചുകൊണ്ടേ നിൽക്ക வேண்டும். എന്തിനാണെന്നറിയാമോ ട്രക്ക് വിടുന്നത്? ഏൻ ട്രക്ക് അനുപ്പുവാറുണ്ട് தெரியுமா? നമ്മുടെ പശയിട്ട് സ്റ്റഡിയിലേക്ക് വടി തേച്ച് വെച്ചിരിക്കുന്ന യൂണിഫോമിൽ ചുളുക്കം വരാതിരിക്കാനാണ്. അവൻ ആ പോട്ടിരിക്കുന്ന യൂണിഫോം അത് മടങ്ങിവിടக்கூடாது என்பதற்காக. അപ്പോൾ ചുളുക്കം വരരുത്. അവൻ അത് ചുരുക്കக்கூடாது. അതാണ് നമ്മുടെ ഒരുക്കത്തെ കാണിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ആയത്തത്തെ കാണിക്കുന്നത്. അങ്ങനല്ലേ നമ്മളും രാവിലെ സഭായത്തിന് വന്നേക്കുന്നത്? அப்படிதானே நாமும் காலையில ஆராதனைக்கு வந்திருக்கிறோம். ഈ ഇവിടെ പറഞ്ഞേക്കുന്ന വാക്കുകൾ നോക്കുകയാണെങ്കിൽ ഇതേ രീതിയാ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ சொல்லப்பட்டிருக்கிற വാർത്തകളെ ഗവനിത്താൽ ഇതേ മുറയിൽ தான் சொல்லப்பட்டிருக்கிறது. അതിന്റെ അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, കൊലോസ്യർ 3-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, കൊലോസ്യർ 3-ാം അധികാരം 5-ാമത് വചനം മുതൽ അതിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. അതിന്റെ 9-ാം വചനത്തിൽ വായിച്ചാട്ടെ. ஒருவருக்கொருவர் பொய் சொல்லாதிருங்கள், പഴയ മനുഷ്യനെയും അവൻ ചെയ്കയും കളയുന്നു പോട്ട്. ആ പഴയ മനുഷ്യനെയും അവന്റെ ശൈലികളെ എന്ത് ചെയ്തിരിക്കുന്നു? ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു. അവൻ പഴയ മനുഷ്യനെയും അവരുടെ செயல்களையும் കളയുന്നു പോട്ട്, ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നു, കളയുന്നു പോട്ടിരിക്കുന്നു. പിന്നെ എന്താ ചെയ്തിരിക്കുന്നത്? 10-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 10-ാം വചനത്തിൽ சொல்லப்பட்டிருக்கிறது, തന്നെ സൃഷ്ടിത്തവരുടെ സായലുക്കൊപ്പായി പൂർണ്ണ അറിവടയുംപടി പുതിയതാക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലത്തെ ലുങ്കി ഉരിഞ്ഞു കളഞ്ഞു. നേറ്റേക്കുള്ള ലുങ്കിയെ നാം ഉരിഞ്ഞു വിട്ടു. പാസ്റ്റർ പ്രസംഗിച്ചു പരിശുദ്ധാത്മാവിനാൽ കഴുകൽ പ്രാപിച്ച കാര്യത്തെക്കുറിച്ച്. ആമേൻ. പാസ്റ്റർ പ്രസംഗിച്ചാൽ പരിശുദ്ധാവിനാലെ ശുദ്ധമാക്കപ്പെട வேண்டும். വൃത്തിയുള്ള പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. പരിശുദ്ധമുള്ളതാണ് പുതിയ മനുഷ്യൻ, ശുദ്ധമുള്ള പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. 12-ാം വാക്യത്തിൽ പറയുന്നു, ഈ വക കാര്യങ്ങൾ ധരിച്ചു കൊള്ളുക. 12-ാം വചനത്തിലെ ആകയാൽ നിങ്ങൾ இப்படிப்பட்ட காரியங்களை தரித்துக் கொள்ளுங்கள் என்று சொல்லுகிறார். അപ്പോൾ പഴയതിനെ ഉരിഞ്ഞു കളയുക, പഴയதை ഉരിந்து போட வேண்டும், കഴുകി വെടിപ്പാകുക, சுத்தப்படுத்த வேண்டும், പുതിയതിനെ ധരിക്കുക, പുതിയதை தரித்துக் கொள்ள வேண்டும். സുവിശേഷം മനുഷ്യനെ ദൈവപ്രതിമയായി തീരുവാൻ നൽകുന്ന അനുഗ്രഹവും നിർദ്ദേശവുമാണ് ഇവിടെ കാണുന്നത്. സുവിശേഷം മനുഷ്യനെ ആശീർവാദമുള്ളവനാகவும் പരിശുദ്ധമുള്ളവനാகவும் നിർത്തുവதற்கான വാർത്തകളെ തരുகிறது. 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കാം. 3-ാം അധികാരം 11-ാമത് വചനത്തെ വാസിക്കാം. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുപത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. കർത്തർക്ക് മഹിമയുണ്ടാവதாக.
നാം എല്ലാവരും സൃഷ്ടിതാവിന്റെ പ്രതിമ ധരിച്ചിരിക്കുന്നു. நாம் எல்லாரும் சிருஷ்டித்தவருடைய சாயலை தரித்துக் கொண்டிருக்கிறோம். അതിനായി പഴയ മനുഷ്യനെയും അവന്റെ പ്രവൃത്തികളെയും ഉരിഞ്ഞു കളഞ്ഞു. அதற்காக பழைய மனிதனையும் அவருடைய கிரியைகளையும் களைந்து விட்டோம். സൃഷ്ടിതാവിന്റെ പ്രതിമ നാം ഉടുത്തിരിക്കുന്നു, ധരിച്ചിരിക്കുന്നു. சிருஷ்டித்தவருடைய சாயலை நாம் தரித்துக் கொண்டிருக்கிறோம். ഇതിൽ വ്യത്യസ്തതകളില്ല, இதில் வித்தியாசங்கள் இல்லை. ക്രിസ്തു തന്നെയാണ് സകലവും എല്ലാവരിലും. கிறிஸ்துவே எல்லாரிலும் எல்லாமுமாய் இருக்கிறார். നിങ്ങളിൽ ആർമിയിലോ എയർഫോഴ്സിലോ പോകാൻ ആഗ്രഹിക്കുന്ന വല്ലവരും ഉണ്ടോ? நீங்கள் ஆர்மியிலோ ஏர்ஃபோர்ஸிலோ போக யாராவது விரும்புகிறீர்களா? എക്സ് സർവീസ് ആൾക്കാർ വല്ലവരും ഉണ്ടോ? எக்ஸ் சர்வீஸ்மேன் யாராவது இருக்கிறீர்களா? നിങ്ങളുടെ ആരുടെയും ബന്ധുക്കൾ പട്ടാളക്കാരായിരുന്നിട്ടുണ്ടോ? உங்களுடைய உறவினர்கள் யாராவது மிலிட்டரியில் இருக்கிறார்களா? എന്റെ പാസ്റ്ററെ, ഗുജറാത്തിനേക്കാൾ കഷ്ടമാണല്ലോ ഇവിടെ. ഗുജറാത്തികളാണ് ഏറ്റവും കുറച്ച് പട്ടാളത്തിൽ പോകുന്നത്. மிலிட்டரிக்கு போவதிலே ரொம்ப குறைவானவர்கள் குஜராத்தில் உள்ளவர்கள். തമിഴ്നാട്ടുകാർ ഒത്തിരി ഉള്ളതുകൊണ്ട് ഒരു മദ്രാസ് റെജിമെന്റ് തന്നെ ഉള്ളത്. தமிழர்கள் அதிகம் மிலிட்டரியில இருக்கிறபடியால் ஒரு மெட்ராஸ் ரெஜிமெண்டே இருக்கிறது. അപ്പൊ ആട്ടെ, നിങ്ങൾക്ക് ആർമിയുടെ ഉദാഹരണം അറിയാൻ മേലാത്തതിനാൽ ക്രിക്കറ്റ് അറിയാമല്ലോ. ஆர்மியை பற்றின உதாரணம் உங்களுக்கு புரிந்து கொள்ள கடினமா இருப்பதனால் நான் கிரிக்கெட்டை பற்றி சொல்லுகிறேன். എന്തിനാ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് ചെന്നൈ അല്ലേ ധോണിയെ വരെ കൂലിക്കെടുത്തേക്കുന്നത്, ശരിയല്ലോ? நம்முடைய தமிழ்நாடு சென்னை தான் டோனியை வரைக்கும் விலைக்கு வாங்கி இருக்கிறது. അപ്പൊ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ചെന്നൈ ടീമിന്റെ സ്പോൺസേഴ്സും അനുഭാവികളാന്ന് വിചാരിച്ചു. நாம் இங்கே இருக்கிற நம்ம எல்லாரும் சென்னை டீமினுடைய ஸ்பான்சர்ஸும் பின்பற்றுகிறவருமாய் இருக்கிறோம். അതുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു മാച്ച് ചെന്നൈയും രാജസ്ഥാൻ റോയൽസും കൂടെ നടക്കുകയാണ്. திருவனந்தபுரத்திலே சென்னையும் ராஜஸ்தான் ராயல்ஸும் அதாவது போட்டி நடைபெறுகிறது. അപ്പൊ മാർത്താണ്ഡത്തുനിന്ന് ചെന്നൈ ടീമിന്റെ സ്പോൺസേഴ്സും ഉത്സാഹികളും എല്ലാം വണ്ടി പിടിച്ച് അങ്ങ് പോവുക. அப்படி அந்த மேட்ச் பார்ப்பதற்காக சென்னை டீமை உற்சாகப்படுத்துவதற்காக சென்னை ரசிகர்கள், அந்த டீம் ரசிகர்கள் எல்லாரும் மாத்தாண்டத்திலிருந்து பார்க்க போகிறார்கள். നിങ്ങൾ ഏത് വേഷം ധരിച്ചോണ്ടാ പോകുന്നേ? நீங்கள் எந்த மாதிரியான உடை அணிந்து கொண்டு செல்வீர்கள்? നമ്മുടെ DMK മുണ്ടും തോർത്തും നേരെ ഇട്ടുകൊണ്ടാണ് പോകുന്നേ? நீங்க DMK கட்சியினுடைய வேஷ்டியையும் அதனுடைய ஷாலையும் போட்டுக்கொண்டு போவீர்களா? നമ്മൾ ചെന്നൈന്റെ ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. நாம் சென்னை டீம் என்ன மாதிரி Dress அணிந்திருக்கிறார்களோ அதே டீ-ஷர்ட்டை அணிந்து கொண்டு செல்வோம். ചെന്നൈന്റെ തൊപ്പി ഇട്ടുകൊണ്ടാ പോകുന്നേ. சென்னை வைத்திருக்கிற தொப்பியை வைத்துக் கொள்வோம். അപ്പൊ കാസർഗോഡ് നിന്ന് ഒരു പറ്റം ആൾക്കാർ ചെന്നൈനെ cheer ചെയ്യാൻ വന്നിട്ടുണ്ടോ? அப்படி காசர்கோட்ல இருந்து சென்னை உற்சாகப்படுத்த வந்திருக்கிறார்கள். അപ്പോ കോയമ്പത്തൂരിൽ നിന്ന് വന്നിട്ടുണ്ടോ? கோயம்புத்தூர்ல இருந்து வந்திருக்கிறார்கள். അങ്ങ് ബെൽഗാമിൽ നിന്ന് വന്നിട്ടുണ്ടോ? ബെൽഗാം ഞങ്ങളുടെ കർണാടകത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. கர்நாடகாவில் இருந்து வந்திருக்கிறார்கள். ഇന്ത്യയുടെ പലയിടങ്ങളിൽ നിന്നും ഈ ധോണി ഫാൻസ് എല്ലാം വന്നിട്ടുണ്ട്. இப்படி பல இடங்களில் இருந்து டோனியினுடைய ஃபேன் எல்லாம் வந்திருக்கிறார்கள். അവരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? அவர்களை எப்படி நான் புரிந்து கொள்வது? പൊരികടല തിന്നുന്നാണ് തിരിച്ചറിയാൻ പറ്റുമോ? അവരെങ്ങനെ തിരിച്ചറിയാം? அவர்கள் எப்படி புரிந்து கொள்வது? അവരുടെ തൊപ്പിയും അവരുടെ ജേഴ്സിയും കണ്ടു കഴിയുമ്പോൾ അല്ലേ? அவருடைய தொப்பியும் அவருடைய வஸ்திரத்தை பார்க்கும்போது புரிந்து ഇനി கொள்ளலாம். നമുക്ക് 11ാം വാക്യത്തിലേക്ക് വരാം. இப்ப நான் 11ஆம் வசனத்துக்கு நேராக പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞ് பழையவைகளை உரிந்துவிட்டு അപ്പൊ നിങ്ങൾ ചെന്നൈനെ ചിയർ ചെയ്യുന്നതിന് മുമ്പ് കൽക്കട്ടയുടെ പ്രോത്സാഹിപ്പിക്കുന്നവരാന്ന് വിചാരിച്ചു. நீங்க சென்னையை ரசிகர் ஆவதற்கு முன்பு நீங்க கல்கட்டா ரசிகர்களா இருந்திருப்பீர்கள் என்று வைத்துக் கொள்ளுங்கள். നിങ്ങൾക്ക് കൽക്കട്ട ബോറടിച്ച് ചെന്നൈയുടെ മെമ്പറായി തീർന്നു. கல்கட்டா டீமினுடைய விளையாட்டு போர் அடித்தபடியா நீங்க சென்னை டீமிலே மெம்பர் ஆகிவிட்டீர்கள். പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞു, பழையதை உரிந்து விட்டீர்கள், പുതിയതിനെ ധരിച്ചു. புதியதை அணிந்து கொண்டீர்கள். പുതിയ ജേഴ്സി ഉണ്ട്, പുതിയ തൊപ്പിയുണ്ട്. புதிய பனியன் இருக்கிறது, புதிய தொப்பி இருக்கிறது. ബംഗാളിയാന്നോ മലയാളിയാന്നോ തമിഴാണോ ആന്ധ്രയാന്നോ ഒന്നും അറിയത്തില്ല. அங்கே இருக்கிற யாருமே இவர்கள் பெங்காலியா மலையாளிகளா தமிழர்களா என்று ஒன்றும் தெரியாது. എല്ലാവരും മഞ്ഞ ധരിച്ചിരിക്കുന്നു. எல்லாரும் மஞ்சள் கலரில் பனியன் அணிந்திருக்கிறார்கள். അവനിൽ പരിച്ഛേദനെന്നോ പരിച്ഛേദന ഇല്ലാത്തവനെന്നോ ഇല്ല. அங்கே விருத்த சேதனம் உள்ளவன் என்றோ விருத்த சேதனம் இல்லாதவன் என்றோ இல்லை. ദാസനാണോ യജമാനനാണോ എന്നുള്ളതില്ല. அங்கே யஜமானனும் வேலைக்காரனும் என்றும் இல்லை. നീ ഏത് ഭാഷ പറയുന്നവനെന്ന് വ്യത്യാസമില്ല. நீ எந்த மொழியை பேசுகிறாய் என்பதும் வித்தியாசம் இல்லை. നീ മലയാളം മീഡിയത്തിൽ പഠിക്കുന്നോ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നോ കോൺവെന്റ് സ്കൂളിൽ പഠിക്കുന്നോ എന്ന് വ്യത്യാസം
വ്യത്യാസമില്ല. நீ மலையாள மீடியம் படிக்கிறாயா ஆங்கிலத்தில் படிக்கிறாயா என்பதென்றும் அங்கே வித்தியாசம் இல்லை. എല്ലാവരും ഒരു വേഷം ധരിച്ചിരിക്കുന്നു. எல்லாரும் ஒரே மாதிரியான வேஷத்தை தரித்திருக்கிறீர்கள். യേശു ക്രിസ്തുവിൽ சுவிசேஷத்தில் ദൈവമുഖമായി തീരുന്നതിൽ தேவனுடைய முகமாய் மாறுவதற்கு ദൈവത്തിന്റെ പ്രതിബിംബങ്ങളായി സുവിശേഷം മാറ്റുമ്പോൾ தேவனுடைய சாயலாக சுவிசேஷம் மாற்றும் போது സ്ത്രീ എന്നോ പുരുഷനെന്നോ ഇല്ല, ஸ்திரீ என்றும் புருஷர்கள் என்றும் இல்லை, ധനികനെന്നോ ദരിദ്രനെന്നോ ഇല്ല, ஐஸ்வர்யவான் என்றும் ஏழை என்றும் இல்லை, ഏത് ഭാഷ പറയുന്നു എന്നില്ല, எந்த மொழியை பேசுகிறேன் என்பதில்லை, ഏത് വസ്ത്രം ധരിക്കുന്നു എന്നില്ല, எந்த மாதிரி வஸ்திரம் தரிப்பாய் என்பதில்லை. നാം എല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നാകയാൽ நாம் எல்லாரும் கிறிஸ்துவில் ஒன்றாயிருக்கிறபடியால் സകലത്തിലും ക്രിസ്തു തന്നെ ആയിരിക്കുന്നു. எல்லாரிலும் கிறிஸ்து இருக்கிறார். എല്ലാവരും അവനെ ധരിച്ചിരിക്കുന്നു. எல்லாரும் அவரை தரித்துக் கொண்டிருக்கிறோம். എല്ലാറ്റിലും ക്രിസ്തു, எல்லாவற்றிலும் கிறிஸ்து, എല്ലാറ്റിനും മീതെ ക്രിസ്തു, எல்லாவற்றிற்கும் மேலே கிறிஸ்து. എല്ലാവരും യേശു ക്രിസ്തുവിന്റെ ശരീരത്തെ അവയവങ്ങൾ. எல்லாரும் இயேசு கிறிஸ்துவுடைய சரீரத்தின் அவயவங்கள். ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, கலாத்தியருக்கு நிருபத்தில் அப்போஸ்தலனாகிய பவுல் சொல்லுவது, യേശു ക്രിസ്തുവിൽ ஜாதி വ്യത്യാസമില്ല, ஜாதி வித்தியாசம் இல்லை, വർഗ വ്യത്യാസമില്ല, வர்க்க வித்தியாசம் இல்லை, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, ஆண் பெண் வித்தியாசம் இல்லை, ഒരു മനുഷ്യ നിർമ്മിത വ്യത്യാസവുമില്ല, ஒரு மனிதனுக்கும் மனிதனுக்கும் இடையில் எந்த வித்தியாசமும் இல்லை. നാം എല്ലാവരും ഒന്നത്രേ. நாம் எல்லாரும் ஒன்றாயிருக்கிறோம். ഒരു ശരീരമാണ്, ஒரே சரீரமாய் ഒരു இருக்கிறோம், കുടുംബമാണ്, ஒரு குடும்பமாய் இருக்கிறோம், ദൈവമക്കളാണ്, தேவனுடைய பிள்ளைகளாய் இருக்கிறோம், അബ്രഹാമിന്റെ സന്തതിയാണ്, ஆபிரகாமுடைய சந்ததிகளாய் இருக்கிறோம், യേശുവിന്റെ ശിഷ്യരാണ്, இயேசுவுடைய சீசர்களாய் இருக்கிறோம். നാം എല്ലാവരും ക്രിസ്തുവേശുവിനെ ധരിച്ചിരിക്കുകയാണ്. நாம் எல்லாரும் இயேசு கிறிஸ்துவை தரித்துக் கொண்டிருக்கிறோம். ആ വിശ്വാസമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് அந்த விசுவாசம் உள்ளவர்கள் கரங்களை உயர்த்தி கர்த்தரை மகிமைப்படுத்தலாம். നിങ്ങൾ നിങ്ങളുടെ ക്രിക്കറ്റ് ടീമിന് ചിയർ ചെയ്യുമ്പോൾ ഇങ്ങനെ എന്ന് പറയത്തില്ല, പറയുമോ? நீங்கள் உங்களுடைய கிரிக்கெட் டீமை கேலி செய்யும் போது நீங்கள் என்ன செய்வீர்கள்? ഉശിരോട് ഉത്സാഹത്തോട് നമ്മെ ഒന്നാക്കിയ ദൈവത്തിന് ഒരു സ്തോത്രം പറഞ്ഞേ. உற்சாகமாய் ஆண்டவருக்கு நன்றி செலுத்தலாம். നിങ്ങൾക്ക് ആർക്കും ഒരു സന്തോഷവും ഇല്ല ദൈവം നിങ്ങളെ ക്രിസ്തുവിൽ ഒന്നാക്കിയതില്. உங்களுக்கு யாருக்கும் சந்தோஷம் இல்லை, ஆண்டவர் கிறிஸ்துவுக்குள் உங்களை ஒன்றாக்கி இருக்கிறார் என்பதை நினைத்து. ഈ ഗതികേടിൽ വന്നല്ലോ എന്ന് വിചാരിച്ചോണ്ടാ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ സ്തോത്രം പറയാം. வேறு வழி இல்லாமல் வந்துவிட்டோமே என்கிற எண்ணத்தில் தான் நான் சொல்லும் போது நீங்கள் ஸ்தோத்திரம் சொல்கிறீர்கள். പൗലോസ്ലീഹ മുദ്രാവാക്യം വിളിച്ച് ഇതിനു വേണ്ടിയിട്ടാണ്. ஆமென். அப்போஸ்தலனாகிய பவுல் இந்த விஷயத்திற்காக அவர் ஆமென் உரக்க சொன்னார். കർത്തൃമേശ എടുക്കുമ്പോൾ എന്താ പറയുന്നേ? திருவிருந்து எடுக்கும்போது நாம் என்ன சொல்வோம்? അപ്പം ഒന്നാകൊണ്ട് அப்பம் ஒன்றாயிருக்கிறபடியால் പലരായ നാം, அநேகராகிய நாம் ക്രിസ്തുവേശുവിൽ, கிறிஸ்துவுக்குள் ഒരു ശരീരമത്രേ, ஒரே சரீரமாயிருக்கிறோம், ഒന്നാകുന്നു, ஒன்றாயிருக்கிறோம், ഒരു കുടുംബമാകുന്നു, ஒரு குடும்பமாயிருக்கிறோம், ഒരു ജനമാകുന്നു, ஒரே ஜனமாயிருக்கிறோம், ഒരേ അവകാശികളാകുന്നു, ஒரே பங்காளிகளாயிருக்கிறோம், ഒരേ ശരീരമാകുന്നു, ஒரே നാം சரீரமாயிருக்கிறோம், ദൈവത്തിന്റെ വകയാകുന്നു, நாம் தேவனுடைய பிள்ளைகளாயிருக்கிறோம். നാം ഒന്നാകയാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. நாம் ஒன்றாயிருக்கிறபடியால் தேவனை ஸ்தோத்தரிப்போம். ഈ ഒരുമയുടെ യൂണിഫോം ധരിക്കുന്നില്ലെങ്കിൽ, இப்படி ஒரே விதமான யூனிஃபார்ம் அணியாவிட்டால் നമുക്ക് ദൈവത്തെ പ്രതിബിംബിക്കുവാൻ സാധിക്കത്തില്ല. தேவனுடைய சாயலை வெளிப்படுத்த நம்மால் முடியாது. നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും നടന്നാലും, நாம் தூங்கினாலும் விழித்திருந்தாலும் நடந்தாலும் നമുക്ക് ഈ ക്രിസ്തു എന്ന യൂണിഫോം ധരിച്ചുകൊണ്ടേ നടക്കാനായി സാധിക്കും. கிறிஸ்து என்கிறதான இந்த வஸ்திரத்தை தரித்துக் கொண்டே நடக்க வேண்டும். ആട്ടെ, നമ്മള് ഇവിടെ നിന്നും എവിടെ പോയി? നിങ്ങള് ഇവിടെ നമ്മുടെ മാർത്താണ്ഡത്ത് ചർച്ചിന് ഒരു നഴ്സിംഗ് സ്കൂൾ ഉണ്ടെന്ന് വിചാരിച്ചു. மார்த்தாண்டம் சர்ச்சிலே ஒரு நர்சிங் ஸ்கூல் இருக்கிறது என்று வைத்துக் கொள்ளுங்கள். നിങ്ങളുടെ നഴ്സിംഗ് സ്കൂളിലെ ആദ്യ ബാച്ച് 30 പിള്ളേരെ ജർമ്മനിയിൽ നിന്ന് നേരെ ഒരു കമ്പനി തൂക്കി എടുത്തോണ്ട് അങ്ങ് കൊണ്ടുപോയി. உங்களுடைய முதல் பேட்ச் பிள்ளைகளை 30 பேரை ஜெர்மனியில் இருந்து ஒரு கம்பெனி அப்படியே கொண்டு போய் விட்டது. അപ്പൊ നിങ്ങളുടെ 30 ഗ്രാജുവേറ്റ്സ്, உங்களுடைய 30 கிராஜுவேட் 30 പേര് ഇപ്പൊ ജർമ്മനിയിലാ. இப்ப 30 பேரும் ஜெர்மனியில் இருக்கிறார்கள். ഇവര് കുത്താൻ അറിയാം, இவர்களுக்கு இன்ஜெக்ஷன் போட தெரியும், പ്രഷർ എടുക്കാൻ അറിയാം, பிரஷர் எடுக்க தெரியும், അവർക്ക് ടെമ്പറേച്ചർ എടുക്കാൻ അറിയാം, டெம்பரேச்சர் எடுக்க தெரியும், വെയിൻ എടുത്ത് ബ്ലഡ് എടുക്കാൻ അറിയാം, அவர்களுக்கு வெயின் எடுத்து பிளட் எடுக்க தெரியும், മരുന്ന് കൊടുക്കാൻ അറിയാം. மருந்து கொடுக்க தெரியும். ഈ തമിഴ്നാട്ടിൽ പഠിച്ചുകൊണ്ട് സായിപ്പിന്റെ അടുക്ക ചെന്നാൽ ജോലി പോകും. இங்க தமிழ்நாட்டிலே படித்ததை வைத்துக் கொண்டு வெள்ளைக்காரனிடத்தில் போன வேலை போய்விடும். സിറിഞ്ചൊന്നാ, அவன் சிரிஞ்சு ஒன்றுதான். നമ്മൾ സർക്കാർ ആശുപത്രി പോയെന്ന് വിചാരിച്ചു,
நான் கவர்மெண்ட் ஹாஸ்பிட்டலுக்கு போனோம் என்று வைத்துக் கொள்ளுங்கள். അപ്പൊ നമ്മുടെ ബ്ലഡ് എടുക്കാനായിട്ട് ഒരു സിസ്റ്റർ വന്നു. நம்முடைய பிளட் எடுப்பதற்காக ஒரு சிஸ்டர் வந்தார் என்று வைத்துக் അപ്പൊ கொள்ளுங்கள். നമ്മൾ അയ്യോ നോവിക്കല്ലേ நான் வேதனைப்படுத்த கூடாது என்று சொல்லுகிறோம். അപ്പൊ സിസ്റ്റർ എന്നാ പറഞ്ഞ, അയ്യോ പാസ്റ്ററങ്ങളെ നോവിക്കത്തില്ലേ, മാങ്ങാപ്പഴത്തെ കുത്തുന്ന പോലെ അങ്ങനെ കൊല്ലം പറഞ്ഞോണ്ടാണ് സിസ്റ്റർ. அந்த ஹாஸ்பிடல்ல இருக்கிறதா அந்த சிஸ்டர் பாஸ்டர் பயப்பட வேண்டாம், மாம்பழத்தை குத்துகிறது போல மெதுவாக குத்துவேன். എന്നാങ്ങളെ പറയുന്നത് തടിമാടനല്ലേ, അയ്യോ എന്നാ ഒരു കുത്തം കുത്തൂല്ലേ. என்னாக்களை இப்படி இருக்க, நீங்கள் மாடு மாதிரி இருக்கல என்று சொல்லி அவர்கள் அதை ஒன்று கவனிக்காமல் இன்ஜெக்ஷன் உடனே வெயிலே குத்துவார்கள். അങ്ങനെ ജർമ്മനി പോയി ബ്ലഡ് എടുത്താല് ചിലപ്പോ പല്ല് പോയെന്നിരിക്കും. அப்படி ஜெர்மனியிலே போய் பிளட் எடுத்தால் அங்க ஒரு பல்லு இருக்காது. അപ്പൊ അവിടെ ഒരു രീതിയുണ്ട്, அங்கே ஒரு முறை இருக்கிறது, അവരോട് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്, அவர்களோடு பேசுகிற ஒரு முறை இருக்கிறது. ചില വർഷങ്ങൾക്ക് മുൻപ് എന്റെ ഒരു സ്നേഹിതൻ ആംഗ്ലിക്കൻ സഭയിൽ ഒരു ബിഷപ്പ് എന്നെ കാണാൻ വന്നു. சில வருடங்களுக்கு முன்பு ஆங்கிலிக்கன் சர்ச்சிலே ஒரு பிஷப் என்னை பார்க்க வந்த என்னுடைய நண்பர். അദ്ദേഹത്തിന് ഒരു പുസ്തകം എഴുതുവാനും കുടുംബമായി വിശ്രമിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ നമ്മുടെ കുമരകം റിസോർട്ടിൽ അദ്ദേഹത്തിന് ഒരു കാര്യം ക്രമീകരിച്ചു. പൈസ അവരാ കൊടുത്ത ക്രമീകരണം ഞാൻ ചെയ്തു. அவர் புத்தகம் எழுதுவதற்கும் அவர் ஓய்வெடுப்பதற்காகவும் ஒரு இடம் தேவை என்று கேட்டார். அப்படி நான் குமரகத்திலே அவருக்கு ஒரு ரூம் எடுத்து கொடுத்தேன். 3:30 ചെല്ലുമെന്ന് പറഞ്ഞിരുന്നു. சரியாக 3:30 செல்வோம் என்று சொல்லியிருந்தோம். ബ്രിട്ടീഷ് സായിപ്പല്ലേ എന്നോട് പറഞ്ഞ 5 മിനിറ്റ് നേരത്തെ അവിടെ ചെല്ലണമെന്ന്. பிரிட்டிஷினுடைய வெள்ளைக்காரராக இருக்கிறபடியால் அவர் 5 நிமிடத்துக்கு முன்பே செல்ல வேண்டும் என்று சொன்னார். മലയാളി കമ്പനിയല്ലേ, അവർ 3:30 വിചാരിച്ചപ്പോ 5:30 വരുവുള്ളൂ എന്ന് വിചാരിച്ചു. அவர்கள் மலையாளி கம்பெனியா இருந்தபடியால் அவர்கள் 3:30 என்று சொன்னபோது 5:30 தான் வருவோம் என்று நினைத்தார்கள். മുറി തയ്യാറായിട്ടില്ല, அந்த அறைகள் சரியாகவில்லை, അവർക്ക് ചില ആചാര മര്യാദകളൊന്നും തയ്യാറായിട്ടില്ല, அவர்கள் செய்ய வேண்டிய ஒழுங்குகள் எதுவுமே அவர்கள் செய்யவில்லை. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു അവിടെ ഒന്ന് നിക്കണേ എന്ന് പറഞ്ഞു. நாங்கள் போன போது கொஞ்சம் வெயிட் பண்ணுங்கள், கொஞ்சம் காத்திருங்கள் என்று சொன்னார்கள். അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ നേരത്തെ ബുക്ക് ചെയ്ത് കാശൊക്കെ തന്ന പരിപാടിയല്ലേ, എന്തിനാ നിക്കുന്നേ? ഇല്ല സാറേ ദയവായിട്ടൊന്ന് ഇരിക്കണേന്ന് പറഞ്ഞു. அவர்கள் நான் நேரமே காசு கொடுத்து எல்லாம் புக் பண்ணி இருக்கிறோமே, அப்புறம் ஏன் என்று கேட்டபோது அவர்கள் சொன்னார், இல்லை கொஞ்சம் பொறுத்துக் கொள்ளுங்கள் என்று ഇച്ചിരി சொன்னார். കഴിഞ്ഞപ്പം ബിഷപ്പുമായിക്ക് അങ്ങ് അരിശം കയറി. அந்த சற்று கழிந்த உடனே பிஷப்புக்கு ரொம்ப கோபம் வந்தது. അവര് പറഞ്ഞു നമുക്ക് നമ്മുടെ മുറി പോകാന്ന് പറഞ്ഞു. நாம் அறைக்கு செல்வோம் என்று சொன்னார்கள். അപ്പൊ ഞാൻ പറഞ്ഞു, മാം ഇച്ചിരി വെയിറ്റ് ചെയ്യണം. அந்த மேம்படுத்தின கொஞ்சம் பொறுத்திருங்கள் என்று சொன்னார். അപ്പോ എന്നോട് ഈ കൗണ്ടറുകാർ പറഞ്ഞു, സാറേ ഫ്രഷ് കരിക്ക് ഇവർക്ക് വെട്ടി കൊടുത്തിട്ടേ മുറി കൊണ്ടുപോകുള്ളൂ, കരിക്ക് ഫ്രഷ് ആയിട്ട് പറിക്കാൻ തെങ്ങ കയറിയേക്ക, ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. அவர்கள் சொன்னார், சார் கருக்கு வெட்டணும், இளநீர் வெட்டணும், அதனால வெட்டி உங்களுக்கு கொடுத்து தான் கொண்டு போகணும் அப்படின்னு சொன்னாங்க. അപ്പൊ മദാമ പറഞ്ഞു കരിക്കങ്ങ് മുറി കൊടുത്തയച്ചേക്കാൻ പറഞ്ഞു. அவங்க சொன்னாங்க, அதாவது அந்த இளநீர் அந்த அறைக்கு கொடுத்து விடுங்கள். മദാമ എഴുന്നേറ്റു. அந்த அவர்கள் எழுந்தார்கள். അപ്പൊ കൗണ്ടറിൽ സ്ത്രീ എയർ ഹോസ്റ്റസ് പറഞ്ഞ പോലെ പറഞ്ഞു, സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞു. அந்த கவுண்டர்ல இருந்தது அந்த சிஸ்டர் சிட் டவுன் என்று சொன்னார்கள். മദാമ പറഞ്ഞു ക്യാൻസൽ ചെയ്യിച്ചാൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. அவர்கள் சொன்னார்கள் கேன்சல் செய்து வீட்டுக்கு போக சொன்னார். ഞാൻ പറഞ്ഞു, അയ്യോ ബിഷപ്പമ്മേ ഒന്ന് ശാന്തമായിരിക്കണേ. நான் சொன்ன பிஷப்பம்மா கொஞ்சம் அமைதியா இருங்கள். അല്ല, ഈ മര്യാദഘട്ട മനുഷ്യർ എന്നോട് സ്കൂളിലെ സാറ് പറയാത്ത പോലെ പറയുന്ന കണ്ടില്ലയോ, സിറ്റ് ഡൗൺ. ഞാൻ എന്നെ പ്രൈമറി സ്കൂളിലെ കൊച്ചാണോ എന്ന് ചോദിച്ചു. அவர்கள் என்னை பார்த்து இந்த ஸ்கூல்ல பிரைமரி ஸ்கூல்ல சொல்லுகிறதை போல என்னை பார்த்து சொன்னார்கள், மரியாதை இல்லாமல். എന്റെ മോളെ ലിപ്സ്റ്റിക്കും ഇട്ട് ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരുന്ന സായിപ്പ് നിന്റെ കടയിൽ കയറുകയില്ല. സായിപ്പിനോട് സംസാരിക്കേണ്ട ഒരു രീതിയുണ്ട്. என்னுடைய மகளே, நீ லிப்ஸ்டிக் எல்லாம் போட்டு நீ இங்கிலீஷ் பேசினா ஒன்றும் அவர்கள் ஒத்துக்கொள்வதில்லை. அவர்களோடு பேசக்கூடிய ஒரு முறை இருக்கிறது. ഇതാണ് ക്രിസ്തുവിന്റെ രൂപം ധരിക്കുക എന്ന് പറയുന്നത്. இதுதான் கிறிஸ்துவின் சாயலை தரித்துக் கொள்வது என்று சொல்வது. ചുമ്മാ യൂണിഫോം ഇട്ടോണ്ട് നടന്നാൽ, நாம் அப்படி யூனிஃபார்ம் போட்டுக்கொண்டு நடந்தால், ഞാൻ സ്നാനപ്പെട്ടതാണെന്ന് പറഞ്ഞ് യൂണിഫോം ഇട്ട് പേരും വെച്ചോണ്ട് നടന്നാൽ, நாம் ஞானஸ்நானம் எடுத்து விட்டேன் என்று சொல்லி யூனிஃபார்ம் போட்டுக்கொண்டு நடந்தால், കറുത്ത പുസ്തകം, கருத்த புஸ்தகம், വെളുത്ത ഉടുപ്പ്, வெண்மையான வஸ்திரம், വെളുത്ത പാന്റ്, வெண்மையான பேண்ட், മുഖത്ത് മീശയില്ല, முகத்திலே மீசை இல்லை, ഇങ്ങനെ ഗൗരവപൂർവ്വം നടന്നാൽ, இப்படி கௌரவத்தோடு நடந்தால், ആ യൂണിഫോം ഇട്ടാൽ ഒരു പക്ഷേ മറ്റുള്ളവർ ധരിക്കണമെന്നില്ല. நீ அந்த யூனிஃபார்ம் போட்டிருக்கிறதுனாலே மற்றவர்கள் உன்னை ஏற்றுக்கொள்ள வேண்டும் என்றில்லை. നമ്മുടെ രീതികൾക്കൊരു വ്യത്യാസം വരും. நம்முடைய முறைகளுக்கு சில மாற்றங்கள் அவசியம். അത് ആർമി കയറി കഴിയുമ്പോ നമ്മളെ അവർ നടക്കാൻ ആദ്യം പഠിപ്പിക്കുന്നേ. ஆர்மியில போன உடனே முதலாவது நம்ம நடப்பதற்கு தான் சொல்லிக் கொடுப்பார்கள். കവാത്തി ഔട്ടാൻ പഠിപ്പിക്കും ഇല്ലേ? கவாத் மிதிக்க சொல்லிக் கொடுப்பார்கள். നമ്മൾ പഠിക്കാൻ ഒരു നടക്കുമ്പോ ഒരുത്തൻ വേറൊരുത്തന്റെ കാലെ ചവിട്ടാർ എങ്ങനെ നടക്കാം,
ஒருவர் நடக்கும்போது வேறொருத்தருடைய காலில் மிதிக்காமல் எப்படி நடப்பது? അപ്പൊ നമ്മൾ എത്ര പരിശീലിക്കണം? ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പഠിക്കാനായിട്ട്. நாம் இதை லெஃப்ட் ரைட் என்று படிப்பதற்கு எவ்வளவோ முயற்சிகள் எடுக்க வேண்டும். അപ്പൊ വലത്തുകാല് വെക്കുമ്പം ഇടത്തുകാല് വെക്കുമ്പം വലത്ത് കൈ മുമ്പോട്ടാവും. இடது கால் முன்பாக வைக்கும் போது வலது கை முன்பாக செல்ல வேண்டும். ഇതിന് ഞാൻ കുറെ തല്ല് കൊണ്ടിട്ടുള്ളൂ. நான் இதற்காக அநேக அடி வாங்கி இருக்கிறேன். കാരണം എന്റെ ഇടത്തുകാല് ഇടത്ത് കൈയും കൂടെ പോയിക്കൊണ്ടിരുന്നത്. ஏனென்றால் என்னுடைய இடது கையும் இடது காலும் ஒரே மாதிரி முன்பாக செல்லும். അപ്പൊ ഒരുത്തന്റെ കാല് പുറകോട്ടിരിക്കുമ്പോ എന്റെ മറ്റേ കാല് മുമ്പോട്ട് പോയിരുന്നു. അപ്പൊ അവനിട്ട് ചവിട്ട് കിട്ടും. என்னுடைய கால் முன்பாக போகும்போது அவருடைய கால் பின்னாக இருக்கும். நான் என்னுடைய கால் கொண்டு அவனை மிதித்து விடுவேன். തമാശന് പറയുമായിരുന്നു, എടാ ഇടി പുറകെ നടന്നാലും കുതികാലെ ചവിട്ടല്ലേ. அதாவது ஜோக்குக்காக சொல்லுவார், இடி பின்னாடி நடந்தாலும் மிதி கிடைக்கும் என்று. എങ്ങനെ നിക്കണം? இப்படி ஸ்டடியாக நிற்க வேண்டும். എങ്ങനെ നിക്കണം? அப்படி நிற்க வேண்டும். എങ്ങനെ ഇരിക്കണം? எப்படி இருக்க வேண்டும்? എങ്ങനെ നടക്കണം? எப்படி நடக்க வேண்டும்? ഇതുപോലും അവര് നമ്മളെ കൃത്യമായി പഠിപ്പിച്ചു തരും. இதை கூட அவர்கள் நன்றாக நமக்கு கற்றுக் கொடுப்பார்கள். ഇതങ്ങ് കണ്ടാ വരത്തില്ല. இதையெல்லாம் பார்த்தால் உடனே வராது. ടിവി കണ്ടോണ്ടിരുന്നാ വരത്തില്ല. டிவியிலே பார்ப்பதனாலே வராது. ഇത് നടന്നും ഇരുന്നും ഒക്കെ പരിശീലിക്കേണ്ട വിഷയം. நடந்தும் இருந்தும் நாம் முயற்சி செய்ய வேண்டும். അതുകൊണ്ട് നമ്മുടെ കേവലം അപ്പിയറൻസ് മാത്രമല്ല, ஆமென், மிக அதாவது நம்முடைய செயல்கள் மட்டுமல்ல, യൂണിഫോം ഇടുന്നത് മാത്രമല്ല, ஆமென், நாம் யூனிஃபார்ம் போடுவது மட்டுமல்ல, നമ്മുടെ മനസ്സുകൾക്ക് நம்முடைய மனதுகளில் ചിന്തകളിൽ ആഗ്രഹങ്ങൾക്ക് விருப்பங்களுக்கு ലക്ഷ്യങ്ങൾക്ക് நோக்கங்களுக்கு പൊരുത്തത്തിന് ஆமென் நம்முடைய பொருத்தத்திற்கு ഇതിനൊക്കെ ഒരു ചേഞ്ച് വ്യത്യാസം വരേണ്ടതുണ്ട്. இவைகள் எல்லாவற்றிலேயும் ஒரு வித்தியாசம் அவசியமாயிருக்கு. നാം ഒരു ടീമാണെന്ന് അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. நாம் ஒரு டீம் என்று நாம் ஏற்றுக்கொள்ள வேண்டியது அவசியம். നാം ഇൻഡിവിജ്വൽ ആയിരിക്കുമ്പോൾ നാം ടീമിന് വേണ്ടിയുള്ളവരാണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. தனிமையில் இருக்கும்போது நாம் ஒரு டீமுக்கானவர்கள் என்பதை மறந்துவிடக் கூடாது. ടീം എനിക്ക് വേണ്ടിയും ഞാൻ ടീമിന് വേണ്ടിയും ഉള്ളതാണ്. டீம் எனக்காகவும் நான் டீமுக்காகவும் இருக்கிறேன் என்று சொல்லுது. എന്റെ ടീമിലുള്ളവൻ ഏത് ഭാഷക്കാരനാണേലും അവൻ എന്റെ ടീമിലെ അംഗമാണ്. என்னுடைய டீமிலே எந்த மொழி பேசுகிறவரா இருந்தாலும் அவன் என்னுடைய டீமை சார்ந்தவன். ടീമായാൽ ടീമായിട്ട് കളിച്ച് പഠിക്കണം. டீமாய் இருந்தால் டீமாக சேர்ந்து விளையாட்டு படிக்க வேண்டும். ടീമാണെങ്കിൽ അതിനൊരു ലീഡർ ഉണ്ട്. டீம் என்றால் அதற்கு ஒரு தலைவர் உண்டு. ആ ലീഡറിനെ മനസ്സിലാക്കിയില്ലേ അനുസരിച്ചില്ലെങ്കിൽ ടീമിനകത്ത് പ്രതിപക്ഷമായിട്ടിരിക്കാൻ പറ്റത്തില്ല. அந்த டீமனுடைய அதாவது லீடரை புரிந்து கொள்ளாவிட்டால் அந்த டீமிலே அவன் ஐக்கியமாக இருக்க முடியாது. നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാ കേറിയേക്കുന്നെന്ന് എനിക്ക് അറിയത്തില്ല. நம்முடைய மனதில் என்னவெல்லாம் ஏறி இருக்கிறது എന്ന് எனக்கு தெரியாது. ഒരു ടീമിലാണെങ്കിൽ ടീമിനകത്ത് പ്രതിപക്ഷം പറ്റില്ല. ஒரு டீம் என்றால் அந்த டீமுக்குள்ளே எதிர்க்கட்சி இருக்க கூடாது. ഒരു ടീമാണെങ്കിൽ അന്യോന്യം ഒരു പ്രതിബദ്ധതയുണ്ട്. ஒரு டீமா என்றால் ஒருவருக்கொருவர் ஒரு ஐக்கியம் இருக்க ഒരു வேண்டும். നേതാവുണ്ട്, ஒரு தலைவர் உண்டு, ആറ്റിറ്റ്യൂഡ് ഉണ്ട്, മൂല്യങ്ങളുണ്ട്, രീതികളുണ്ട്. ஆமென், அதற்கு விலை கொடுக்க வேண்டும், நாம் செயல்பட வேண்டும், ലക്ഷ്യമുണ്ട്, நோக்கமுண்டு, നമുക്ക് പൊരുത്തങ്ങളുണ്ട്, நமக்கு ஆமென் பொருத்தம் ஐக்கியம் உண்டு, അന്യോന്യമുള്ള വിധേയത്വമുണ്ട്, സ്വീകരണമുണ്ട്. ஒருவருக்கொருவர் தாழ்மையுண்டு, அங்கீகரிக்க வேண்டும். എല്ലാറ്റിനും ഒരു നിയന്ത്രണ രീതിയുണ്ട്. எல்லாவற்றையும் நியந்திரிக்கக்கூடிய ஒரு முறை இருக்கிறது. ആ രീതിയിൽ വരാൻ പരിശീലനം ആവശ്യമാണ്. அந்த முறையில் வருவதற்கு நமக்கு பயிற்சி அவசியம். വാത്സല്യ സഹോദരി സഹോദരന്മാരെ, அன்புக்குரிய சகோதர சகோதரிகளே, ദൈവത്തിന്റെ പ്രതിമ ധരിച്ചിരിക്കൊണ്ട് ஆண்டவருடைய சாயலை தரித்திருப்பதினால் ദൈവസന്നിധിയിൽ നിന്ന് தேவனுடைய சந்நிதியில் நின்று ദൈവത്തെ പ്രതിബിംബിപ്പിച്ച് தேவனை வெளிப்படுத்தி ദൈവത്തെ പ്രതിനിധീകരിച്ച് தேவனுக்கு பிரதிநிதியாக நின்று ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മനുഷ്യത്വം ഉണ്ടായി വരുവാൻ தேவனை பிரியப்படுத்துகிற மனுஷீகம் வெளிப்பட வேண்டும். നമുക്ക് പുതുക്കവും പരിശീലനവും ആവശ്യമാണ്. நமக்கு புதுமையும் ஆமென் நமக்கு பயிற்சியும் அவசியமா இருக்கிறது. ഈ വർഷത്തെ കൺവെൻഷൻ இந்த வருஷத்தினுடைய கன்வென்ஷனில் ഈ പുതുമയ്ക്കായി നമ്മെ വിശപ്പും ദാഹവും ഉള്ളവരാക്കി മാറ്റട്ടെ. இந்த புதுமைக்கான பசியும் தாகமும் உள்ளவர்களாய் நம்மை மாற்றுவதாக അവിടെ നമുക്കുണ്ടായി വരേണ്ട ആദ്യത്തെ മനോഭാവ വ്യത്യാസം ഇതാണ്. நமக்கு முதலாவது உண்டாக வேண்டிய மனநிலை இதுவாக தான். 3:11 വാക്യം, 3ஆம் அதிகாரம் 11வது வசனம். ഈ ടീമിനകത്ത്, இந்த டீமுக்குள்ளே, ഈ പുതു സൃഷ്ടിക്കകത്ത്, இந்த புதிய சிருஷ்டிக்குள்ளே, ഈ പുതിയ മനുഷ്യനകത്ത്, இந்த புதிய மனிதனுக்குள்ளே, ഈ യൂണിഫോം ഇട്ടിരിക്കുന്നവരുടെ ഇടയിൽ இந்த யூனிஃபார்ம் அணிந்திருக்கிற
மறைந்திருந்தவர்களுள்ளே സംസ്കാര ജാതി വ്യത്യാസം പാടില്ല. അവൻ ഇങ്ങേ ജാതിയോ അല്ലാവിട്ടാൽ കലാചാര വ്യത്യാസങ്ങൾ ഇരിക്കക്കൂടാது. അവിടെ സാംസ്കാരിക വ്യത്യാസങ്ങൾ പാടില്ല. ഇങ്ങേ അവர்களுடைய நடைமுறை பழக்க வழக்கங்களுடைய வித்தியாசங்கள் இருக்கக்கூடாது. അവിടെ വടക്കനെന്നോ കിഴക്കനെന്നോ തെക്കനെന്നോ വ്യത്യാസം വരുത്താൻ പാടില്ല. ഇങ്ങേ വടക്കനെന്നോ കിഴക്കനെന്നോ തെൻപകുതിയിൽ ഉള്ളവൻ എന്ന വ്യത്യാസം ഇരിക്കക്കൂടാது. അവിടെ ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസം വരുവാൻ സാധ്യമല്ല. ഇങ്ങേ ഐശ്വര്യവാനെന്നോ ഏഴയെന്നോ വ്യത്യാസം ഇരിക്കക്കൂടാது. ഗലാത്യർ 3 ചേർത്ത് വായിച്ചാൽ ഗലാത്യർ 3യും ചേർത്ത് பார்த்தால் സ്ത്രീയെന്നോ പുരുഷനെന്നോ എന്ന വ്യത്യാസം പാടില്ല. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. ക്രിസ്തു തന്നെയാണ് സകലതും. ക്രിസ്തു എല്ലാവற்றிலும் எல்லாரிலும் இருக்கிறார். എല്ലാറ്റിനും മീതെ ക്രിസ്തു. എല്ലാവറ്റിற்கும் மேலே கிறிஸ்து. എല്ലാവരുടെയും ഉള്ളിൽ ക്രിസ്തു. എല്ലാവർക്കും உள்ளேயும் கிறிஸ்து. എല്ലാവരും ക്രിസ്തുവിൽ. എല്ലാവരും ക്രിസ്തുവിൽ. ക്രിസ്തു യേശു എന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നവർക്ക്, ക്രിസ്തു യേശു എன்கிற പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നവർക്ക് ഏകവും സ്ഥായിയും നിത്യവുമായ ഒരൊറ്റ ഐഡന്റിറ്റിയേ ഉള്ളൂ. അവൻ എല്ലാവർക്കും ഒരേ മാതിരിயான ഒരേ മുഖവരി ഒരേ അടയാളം தான் இருக்கிறது. നാം ക്രിസ്തുവിൽ. നാം എല്ലാവരും ക്രിസ്തുവിൽ. ക്രിസ്തു എന്നിൽ നമ്മിൽ. ക്രിസ്തു എന്നിൽ നമ്മിൽ. യേശു ക്രിസ്തു എല്ലാറ്റിലും എല്ലാമായിരിക്കുന്നു. യേശു ക്രിസ്തു എല്ലാരിലും എല്ലാവുമായിരിக்கிறார். നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു. നാം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം എന്ന് வைத்துக்கொள்ளும். ചർച്ചിന്റെ ഗ്രൂപ്പ് ഫോട്ടോ. ചർച്ചിനുடைய ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. മാർത്താണ്ഡം IPC ബഥേലല്ലേ? ബഥനി IPC മാർത്താണ്ഡത്തിന്റെ ആനുവൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക. IPC മാർത്താണ്ഡ ബഥനി സഭയുടെ ആനുവൽ ഗ്രൂപ്പ് ഫോട്ടോ കൊണ്ട് എടുക്കണം. ഗ്രൂപ്പ് ഫോട്ടോ അടുത്ത ഞായറാഴ്ച വരുമ്പോൾ ഇങ്ങനെ പൊത്തി ഒട്ടിച്ചു വെച്ചേക്കുക. ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് அதை சுவரிலே ஒட்டி வைக்கப்பட்டது. നമ്മൾ ആ ഫോട്ടോ ഓർഡർ ചെയ്യുമോ ഇല്ലയോ? நாம் அந்த போட்டோயை வாங்குவதற்கு வாங்குவோமா இல்லையா? ഞാൻ പറയാം ആരൊക്കെ ഓർഡർ ചെയ്യുമെന്ന്. யாரெல்லாம் ஆர்டர் செய்வீர்கள் என்று நான் சொல்கிறேன். ആരുടെയെല്ലാം മുഖം ഷെയ്ക്കാകാതെയും കോടാതെ ഇരിക്കുന്ന അവരൊക്കെ ഓർഡർ ചെയ്യും. யாருடைய முகமெல்லாம் அசையாமல் நன்றாக தெளிவாக இருக்கிறதோ அவர்கள் எல்லாரும் ஆர்டர் கொடுப்பார்கள். നിങ്ങളുടെ മുഖം പുറകിൽ മറഞ്ഞു പോയാൽ നിങ്ങൾ മേടിക്കത്തില്ല. உங்களுடைய முகம் ஒரு நபருக்கு பின்னாக மறைந்து இருக்குமேயானால் கண்டிப்பாக நீங்க வாங்க மாட்டீங்க. അപ്പൊ 50 പേരോ 500 പേരോ ഉള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ കണ്ടാൽ ആദ്യം നമ്മൾ ആരുടെ മുഖമാണ് നോക്കുന്നേ? 50 പേരോ 500 പേരോ ഇരിക്കக்கூடிய அந்த ഗ്രൂപ്പ് ഫോട്ടോയിலே முதலாவது நாம் யாரை தேடுவோம், யாருடைய முகத்தை பார்ப்போம்? നമ്മൾ എങ്ങനെ ഇരിക്കുന്നു? നാം எப்படி இருக்கிறோம்? ഭാര്യയുടെ മുഖം ഷെയ്ക്കായി പോയാൽ നിങ്ങൾ മേടിക്കും. നിങ്ങളുടെ മുഖം നല്ല ചിരിയോടുള്ളതാണെന്ന് തരില്ല. அதாவது மனைவியுடைய முகம் சரியா இல்லாவிட்டாலும் உங்களுடைய முகம் நன்றா இருந்தால் நீங்கள் வாங்குவீர்கள். ഇതാണ് നമ്മുടെ ഇടയിലുള്ള ചില ഈ ഒളിഞ്ഞു കിടക്കുന്ന സ്വാർത്ഥത എന്ന് പറയുന്നത്. இதுதான் நமக்குள்ளே மறைந்திருக்கிறதான அதாவது சுபாவங்கள், നമ്മുടെ സ്വാർത്ഥത, സെൽഫിഷ്നെസ്. ஆமென். நம்முடைய சுயம். വാത്സല്യമുള്ളവരെ, அன்புக்குரியவர்களே, ആ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് அந்த ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നമുക്ക് കർത്താവിനെ ഒന്ന് കാണാനൊന്ന് ഭാവനയിൽ സാധിക്കുമോ? நம்முடைய கற்பனையில் இயேசுவை அதில் தேடி பார்க்க முடியுமா? എല്ലാറ്റിലും ക്രിസ്തുവും എല്ലാവരിലും ക്രിസ്തുവും എല്ലാവരും ക്രിസ്തുവിലും എന്ന ഒരു മനോഭാവം ഒരു സഭയെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചാൽ നാം പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുകയാണ്. എല്ലാവരിലും ക്രിസ്തു എല്ലാവற்றிலும் ക്രിസ്തു എன்கிற அந்த மனநிலையை நம்மில் உருவாக்கி எடுப்போமேயானால் ஒரு சபையை முழுவதுமாக நாம் ஏற்றுக்கொள்ள முடியும். അപ്പോൾ നാം ആരാണ്? നാം யாராயிருக்கிறோம்? നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ക്രിസ്തുവേശുവിൽ എന്നുള്ളതും യേശു ക്രിസ്തു നമ്മിൽ എന്നുള്ളതും ആയിത്തീരുക. நம்முடைய தனித்துவம் என்று சொல்வது இயேசு கிறிஸ்துவில் நாமும் நம்மில் இயேசு கிறிஸ்துவும் என்பதாக இருக்க வேண்டும். നമുക്ക് ഈ ക്രിസ്തുവിന്റെ രൂപത്തെ കുറിച്ച് അല്പം കൂടെ ഇന്നും വൈകിട്ടും നാളെയൊക്കെ ഇന്ന് വൈകിട്ടും കൂടെ ചിന്തിക്കാനായിട്ട് ഇടയായിത്തീരും. இயேசு கிறிஸ்துவுடைய சாயலை குறித்து இன்று பகலும் இரவும் கூட நாம் தியானிக்க போகிறோம். അപ്പൊ യേശു ക്രിസ്തുവിന് നിരക്കാത്ത പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുന്ന ഭാഗത്തേക്ക് നമുക്ക് ഇനി ഒന്ന് വരാം. இயேசு கிறிஸ்துவுக்கு விருப்பமில்லாத பழைய மனிதனை களைந்து போட வேண்டிய பகுதியை நாம் பார்ப்போம். യേശു എന്തിനാണ് ഉരിഞ്ഞു കളഞ്ഞേക്കുന്നത്? எதை நாம் களைந்து போட்டிருக்கிறோம்? ഏതിനെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്? எதை நாம் தரித்துக் கொண்டிருக்கிறோம்? ഉരിഞ്ഞു കളഞ്ഞതിനെ നമുക്കൊന്ന് ചിന്തിക്കാം. நாம் களைந்து போட்டதை ஒன்று பார்ப்போம். അതിന്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. அதனுடைய 5 முதல் 8 வரையுள்ள வசனங்களை வாசிക്കാം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം
അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. അന്യോന്യം ഫോസ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞു. മതി മതി. പഴയ മനുഷ്യന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? പഴയ മനുഷ്യനുடைய கிரியைகள் என்ன? പഴയ മനുഷ്യന്റെ യൂണിഫോം എന്ന് പറയുന്നത് അവന്റെ ജീവിത ശൈലിയാണ്. பழைய மனிதனுடைய யூனிஃபார்ம் என்று சொல்வது அவனுடைய வாழ்க்கை முறை, അവന്റെ ആഗ്രഹങ്ങൾ, அவனுடைய விருப்பங்கள், അവന്റെ ലക്ഷ്യങ്ങൾ, அவனுடைய நோக்கங்கள், അവന്റെ പ്രതികരണങ്ങൾ, அவனுடைய செயல்பாடுகள். ലക്ഷ്യം. മനുഷ്യർക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. மனிதர்களுக்கெல்லாம் ஒரு நோக்கம் இருக்கு. മനുഷ്യർക്കൊക്കെ ആഗ്രഹമുണ്ട്. மனிதர்களுக்கெல்லாம் விருப்பங்கள் இருக்கு. ഈ ആഗ്രഹവും ലക്ഷ്യവും സാധിച്ചെടുക്കുവാൻ നാം അവലംബിക്കുന്ന ചില രീതികളുണ്ട്, ചില മാർഗങ്ങൾ. இந்த விருப்பத்தையும் ஆசைகளையும் அவன் நடைமுறைப்படுத்துவதற்கு சில முறைகள் இருக்கிறது. അതിന്റെ ബന്ധത്തിൽ അപ്പോസ്തലനോട് പറയുന്നത്, അതോടുള്ള தொடர்புதான் அப்போஸ்தலனாகிய பவுல் இங்கே சொல்லுகிறார். ചില ആഗ്രഹങ്ങളുടെയും രീതികളുടെയും മേൽ ദൈവത്തിന്റെ കോപം വരുന്നു. சில விருப்பங்களின் மேல், ஆசைகளின் மேல் தேவனுடைய கோபம் வருகிறது. 6-ാം വാക്യം നോക്കി. ഇവ മൂലമാകുന്നല്ലോ അനുസരണമില്ലാത്തവരുടെ മേൽ ദൈവകോപം വന്നു ചേരുന്നത്. ഇവകൾ മൂലமாக தேவனுடைய கோபாக்கிரை அவர்கள் மேல் வருகிறது. ഇങ്ങനെ നാമും ഒരു കാലത്ത് ജീവിച്ചിരുന്നു. இப்படி நாமும் ஒரு காலத்தில் வாழ்ந்து கொண்டிருந்தோம். രക്ഷിക്കപ്പെടുന്നതിന് മുൻപ്, രക്ഷിക്കപ്പെടുவதற்கு മുൻപ്, ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിന് മുൻപ്, ക്രിസ്തുவை വിശ്വാസിப்பதற்கு മുൻപ്, ദൈവത്തെ അനുസരിക്കാതെ, தேவனுக்கு கீழ்ப்படியாமல், ദൈവകോപത്തിന് വിധേയരായി നാം ജീവിച്ചിരുന്നു. தேவ கோபத்திற்கு അവൻ ആളാകെ வாழ்ந்து കൊണ്ടിരുന്നു. ആ ദൈവകോപത്തിന് വിധേയമാകുന്ന ജീവിത രീതി എന്താണ്? കോപത്തിനുള്ളാன வாழ்க்கை മുറകൾ என்ன? ഒന്നാമത് അവരുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് മനോഹരത വിട്ടിട്ട് വികൃതമായി പോയി. அவர்களுடைய விருப்பம் என்று சொல்வது அழகானதை விட்டுவிட்டு அசிங்கமானதை தெரிந்து கொண்டார்கள். നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, நல்ல அழகான ஒரு வாலிபன். തമിഴ് സിനിമ കണ്ടാൽ അവനെ തൂക്കി എടുത്തോണ്ട് പോകും. தமிழ் சினிமா டைரக்டர்கள் கண்டால் அவனை தூக்கி கொண்டு போவார்கள். അത്ര മിടുക്കൻ, அவ்வளவு திறமைசாலி. അവൻ കന്യാകുമാരിയിൽ നിന്നും ഒരു റോയൽ എൻഫീൽഡിൽ ചെന്നൈയിൽ ജോലിക്ക് പോവുകയാണ്. அவன் கன்னியாகுமரியில் இருந்து ஒரு ராயல் என்ஃபீல்டிலே சென்னைக்கு வேலைக்கு செல்கிறான். അവൻ പോകുന്ന വഴിക്ക് അവന് മഹാബലിപുരത്തൊന്ന് ഇറങ്ങണമെന്ന് തോന്നി. அவன் போகிற வழியிலே அவனுக்கு மகாபலிபுரத்தில் இறங்க வேண்டும் என்று தோன்றினது. അവൻ അവിടെ അങ്ങനെ ആ കടൽ തീരത്തിരുന്ന് നല്ല കാറ്റ് കൊണ്ട് ഞാന് ചെന്നൈയിൽ ചെന്ന് ആരാകുമെന്നൊക്കെ ഭാവന ചെയ്തുകൊണ്ടിരിക്കുമ്പോ அவன் அந்த மகாபலிபுரம் கடற்கரையில் இருந்து நல்ல கடல் காற்றை வாங்கிக்கொண்டு சென்னையிலே போய் நான் யாராக போகிறேன் என்று அவன் கற்பனை நினைத்துக் கொண்டிருக்கும் போது എന്തോ തെര വന്ന് കാലിടറിപ്പോയി കൊച്ചനെ കാണാതായി. ஒரு பெரிய அலை வந்தது. அவனை அலை தூக்கி கொண்டு போறது அவனை காணவில்லை. 3-ാം പൊക്കം, 3வது நாள் അവനെ കണ്ടുകിട്ടി. அவனை பார்த்தார்கள். അവനെ ഇപ്പൊ സിനിമാക്കാർ പിടിച്ചോണ്ട് പോകുമോ? இப்ப அவனை சினிமாக்காரர்கள் கொண்டு போவார்களா? അഴകാർന്ന ശരീരം, அவ்வளவு அழகானவன், ആരോഗ്യം, நல்ல ஆரோக்கியம் இருக்கு, സൗന്ദര്യം, நல்ல அழகு இருக்கிறது, സാമർത്ഥ്യം, நல்ல திறமை இருக்கிறது, ഉയിര്, ஆமென், ഉശിര് എല്ലാം ഉള്ളവൻ, நல்ல திறமைசாலியா இருக்கு, മിടുക്കൻ, நல்ல திறமைசாலி. അവന്റെ മൃതശരീരമോ, அவனுடைய மாமிசமோ, அவனுடைய உயிரற்ற சடலம் മികവുള്ളതും യോഗ്യമായതും ആകർഷകമായതും മനുഷ്യനെടുത്ത് പിഴപ്പിക്കാനായിട്ട് സാധിക്കും. அவன் இந்த அழகானதும் விரும்புகிறதுமான காரியங்களை எடுத்து மனிதன் தவறாக பயன்படுத்துது. മനസ്സിലായല്ലോ? മനോഹരമായിരുന്ന ഒരു മനുഷ്യ ശരീരം, அழகாய் இருந்ததான ஒரு மனிதனுடைய உடல், വലിയ സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, நல்ல எதிர்பார்ப்புகள் இருந்ததான ஒரு வாலிபன் തിരമാല എടുത്തു കഴിഞ്ഞപ്പോൾ വികൃതമാക്കപ്പെട്ടു. அந்த திரை, அந்த அலை எடுத்த போது அது அசிங்கமாக மாறியது, വിരൂപമാക്കപ്പെട്ടു, அது பயங்கரமாக மாறினது. ഇവിടെ 5-ാം വാക്യത്തിൽ പറയുന്നത്, இங்கே 5வது வசனத்தில் சொல்லுவது എന്താണെന്നറിയാമോ? என்ன சொல்லப்பட்டிருக்கிறது? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അഴകുള്ള അനുഭവങ്ങളും ആഗ്രഹങ്ങളും വികൃതമാക്കപ്പെട്ടിരിക്കുന്ന രീതിയാണ്. தேவன் நமக்கு தந்திருக்கிற அழகான மேன்மையான காரியங்களை அசிங்கமாக மாற்றி இருக்கிறது. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, தேவன் நமக்கு தந்திருக்கிற ஆசீர்வாதங்கள், അത് നമ്മുടെ മനുഷ്യത്വം, நம்முடைய மனுஷீகம், നമ്മുടെ ഭാവന, நம்முடைய கற்பனைகள், നമ്മുടെ ആഗ്രഹങ്ങൾ, நம்முடைய விருப்பங்கள், ഇതൊക്കെ നന്മയ്ക്കായി ഉപയോഗിക്കാവുന്ന മനോഹരതയുള്ള ദൈവം പ്രസാദിക്കുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. இவைகளை எல்லாம் நன்மைக்காக, தேவநாம மகிமைக்காக பயன்படுத்த வேண்டியவைகள்.
എന്നാൽ ഇതിനെ വികൃതമാക്കാൻ സാധിക്കും. ஆனால் இதை அசிங்கமாக்க முடியும். അന്യായമായ രീതിയിൽ, അന്യായമായി, தவறான முறையில், അവിഹിതമായി, திருமண வாழ்க்கைக்கு எதிராக, അയോഗ്യമായി, அயோக்கியமானதை, അക്രമിയായി, அக்கிரமம் செய்கிறதாக, പിടിച്ചു പറിച്ച്, ஏமாற்றி எடுக்கிறதை, ഉപദ്രവിച്ച്, உபத்திரவம் செய்து, അവഹേളിച്ച്, அவன் திருடி எடுத்து, ഈ നന്മയായതിനെയൊക്കെ നമുക്ക് ക്രൂരവും തിന്മയുമായി കാണിക്കാനായിട്ട് സാധിക്കും. இந்த நன்மையானவைகள் எல்லாவற்றையும் மோசமானதாக காண்பிக்க முடியும். ഞാൻ വളർന്നു വന്ന സമയത്ത് நான் வளர்ந்து வந்த வேளையில் വീട്ടിലൊരു നിയമം ഉണ്ടായിരുന്നു. வீட்டிலே ஒரு சட்டம் இருந்தது. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വീട്ടിൽ വരണം. சூரியன் மறைவதற்கு முன்பாக வீட்டுக்கு வர வேண்டும். നീ കളിക്കാൻ പോക്കോ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വീട്ടിൽ நீ விளையாட போ, ஆனால் சூரியன் மறைவதற்கு முன்பு வீட்டுக்கு வர வேண்டும். അന്ന് ഞാൻ ചോദിക്കാം, അമ്മ എന്തിനാ ഈ വലിയ പട്ടാള നിയമം? ഞാൻ പട്ടാള സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നു കഴിയുമ്പോ പിന്നെ വീട്ടിൽ എന്തിനാ ഈ പട്ടാള നിയമം? எதற்கமா இந்த மிலிட்டரி ஸ்கூல்ல இருக்கிற மாதிரி பண்ணுகிறீங்க? மிலிட்டரி ஸ்கூல்ல வீட்டுக்கு வந்தாலும் அதை தொடர வேண்டி இருக்கிறதே என்று சொன்னேன். അപ്പൊ അമ്മ പറയും, அம்மா சொல்வார்கள், മോനെ വീട്ടിലെ മൂത്ത മക്കളുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലന്ന് ഇലക്ട്രിസിറ്റി ഇല്ലേ, വിളക്ക് കത്തിക്കുക, പ്രാർത്ഥനയ്ക്ക് പായിടുക, അനിയത്തി പിള്ളേരെയും അനിയന്മാരെയും ഒക്കെ കുളിപ്പിച്ച് റെഡിയാക്കി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയ്ക്ക് പായിട്ടിരിക്കുക എന്ന് പറയുന്നത് മൂത്ത മക്കളുടെ ഉത്തരവാദിത്വമാണ്. നീ വീട്ടിലെ മൂത്തോനാണ്, നിന്റെ ഉത്തരവാദിത്വം. இது மூத்த பிள்ளைகளுடைய பொறுப்பு என்னவென்றால் சூரியன் மறைவதற்கு முன்பாக இளையவர்களை சுத்தப்படுத்தி ஜெபிப்பதற்கு பாயெல்லாம் போட்டு ஒழுங்குபடுத்த வேண்டும். இது மூத்தவனுடைய வேலை. എനിക്ക് മൂത്തൊരു പെങ്ങളുണ്ട്, எனக்கு மூத்த ஒரு சகோதரி உண்டு. എന്റെ പെങ്ങൾക്ക് ഒരു എക്സ്കർഷന് പോകണമെന്ന് വരികിൽ, என்னுடைய சகோதரிக்கு ஒரு வெளியே போக ഒരു வேண்டுமானால், ക്യാമ്പിന് ஒரு പോകണമെങ്കിൽ கேம்புக்கு செல்ல வேண்டுமானால் എന്റെ പെങ്ങളെ തന്നെ വിടത്തില്ല. என்னுடைய சகோதரியை தனிமையாக அனுப்ப மாட்டார்கள். ഒന്നി അച്ചായം കൊണ്ടുവിടും, ஒண்ணிலே என்னுடைய அப்பா கொண்டு போவார், അല്ലെ അനിയനായ എന്നെ വിടും. அல்லாவிட்டால் சகோதரனாகிய என்னை அனுப்புவார்கள். എന്റെ പെങ്ങൾ എന്നേക്കാ വലുതാ, என்னுடைய சகோதரி என்னை விட பெரியவர்கள். എന്നാൽ ഒരു ബോഡി ഗാർഡായിട്ട് ഞങ്ങളെ വിടും. நான் ஒரு பாடி கார்டாக அவர்களோடு செல்வேன். അതിന്റെ കാര്യം എന്താ? அதற்கு காரணம் என்ன? എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. எனக்கு அன்றைக்கு தெரியாது. എനിക്ക് എന്തുകൊണ്ട് 6 മണി വരെ, പെങ്ങൾക്ക് 6 മണി വരെയുള്ള ആ കർഫ്യൂ ഇല്ലായിരുന്നു? അതിന് നേരത്തെ വീട്ടിൽ വരണം. சகோதரிக்கு 6 மணி வரைக்கான நேரம் இல்லை, அவள் அதற்கு முன்பே வீட்டுக்கு வர வேண்டும். കാര്യം എന്താ? ஏனென்றால் നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോലും ഇപ്പൊ സൗകര്യമായിട്ട് പോകാൻ മേലാത്ത കാലമല്ലേ? நம்முடைய பிள்ளைகள் ஸ்கூலுக்கு கூட இப்பொழுது சமாதானமாய் போக முடியாத ஒரு காலகட்டத்தில் நாம் வந்திருக்கிறோம். നമ്മൾ സ്കൂളിന്റെ ബസ് കയറ്റി വിട്ടേച്ച് ആ മണിയടിക്കുന്ന കുഞ്ഞിനെ ഇറക്കി വിടണേ. நாம் ஸ்கூல் பஸ்ல ஏற்றி விட்டுட்டு மணி அடித்த உடனே சொல்லுவோம் இறக்கி விட வேண்டும் என்று. സ്കൂൾ ബസ് വരുമ്പോഴത്തേക്ക് വല്യപ്പനോ ആരേലും അവിടെ പോയി നിൽക്കുക കൊച്ചിനെ പിടിച്ചോണ്ട് വരാനായിട്ട്. ஸ்கூல் பஸ் வரும்போது நம்முடைய தாத்தா அல்லாவிட்ட பொறுப்பானவர்கள் அங்கே போய் நின்று அந்த குழந்தையை அழைத்துக் கொண்டு வருவோம். ഞാൻ സ്കൂളിൽ പോയപ്പോ എന്നെ ആരും കൈ പിടിച്ചോണ്ടൊന്നും അല്ല പോയത്, ഞങ്ങൾ കൂട്ടുകാർ കൂടിയാ പോയത്. நான் ஸ்கூலுக்கு போகும்போது என்னை யாரும் கரங்களை பிடித்துக் கொண்டு செல்லவில்லை, தனிமையாக நண்பர்களோடு சேர்ந்து செல்வேன். ഇന്ന് സ്കൂളിൽ പോയച്ച് വരുന്നവനെ വല്ലവനും കാറാ റാഞ്ചിക്കൊണ്ട പോകുമ്പോ നമുക്ക് പേടിയാ. இன்றைக்கு ஸ்கூலுக்கு போய் திரும்பி வருகிறவர்களை கார்ல யாராவது திருடி கொண்டு போவார்கள் என்று பயம். എന്താ ഞാൻ ഈ പറയുന്ന എന്റെ കാര്യം? நான் இவைகளை சொல்வதற்கு காரணம் என்ன? മനോഹരമായതിനെ മനോഹരമായി മാത്രം അനുഭവിക്കുവാൻ മനുഷ്യനെ കഴിവില്ലാതാക്കി മനോഹരമായതിനെ വികൃതമാക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. அழகானதை அழகானதாகவே அனுபவிக்க மனிதனால் கூடாமல் போயிற்று. அழகானவைகளை அசிங்கமானதாக மனிதன் மாற்றிக் கொண்டிருக்கிறான். നമ്മെ സ്ത്രീ പുരുഷന്മാരാക്കിയത് ദൈവത്തിന്റെ ബുദ്ധിയും വിവേകവും കൃപയും ദാനവും സ്നേഹവുമാണ്. நம்மை ஆண் பெண்ணாக தேவன் உருவாக்குற தேவனுடைய கிருபையும் தேவனுடைய அன்பும் தேவனுடைய தானமுமாக இருக்கிறது. നമുക്ക് കുടുംബങ്ങളെ തരുന്നത് ദൈവത്തിന്റെ കരുണയും സ്നേഹവും ഇഷ്ടവും നന്മയുമാണ്. தேவன் நமக்கு குடும்பங்களை தந்தது தேவனுடைய இரக்கமும் தேவனுடைய அன்பும் தேவனுடைய தயவுமாய் இருக்கிறது. എല്ലാവരും ദൈവത്തിന്റെ നന്മയെ നന്മമായി മാത്രം അനുഭവിച്ചെന്നൊരികിൽ ഈ ലോകം എന്നേ സ്വർഗമായി തീരുമായിരുന്നു. எல்லாரும் தேவன் தந்த நன்மைகளை நன்மைக்காக மட்டும் அனுபவித்திருப்பார்களேயானால் இந்த பூமி பரலோகமாக மாறி இருக்கும். എന്നാൽ എന്താണ് നടക്കുന്നത്? ஆனால் என்ன நடைபெறுகிறது? നമ്മുടെ തെരുവുകളിൽ എന്താണ് നടക്കുന്നത്? தெருக்களில் என்ன நடைபெறுகிறது? നമ്മുടെ സ്കൂളിലും കോളേജിലും എന്താണ് നടക്കുന്നത്? நம்முடைய ஸ்கூல்களிலும் காலேஜ்களிலும் என்ன நடைபெறுகிறது? നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ എന്താണ് നടക്കുന്നത്? நம்முடைய தியான கேந்திரங்களில் என்ன நடைபெறுகிறது? ഇവിടുത്തെ ആശ്രമങ്ങളിൽ എന്താണ് നടക്കുന്നത്? இங்குள்ள ஆசிரமங்களில் என்ன நடைபெறுகிறது? അവിടെ ആത്മീയതയുടെ മറവിൽ, ബുദ്ധിജീവിയുടെ മറവിൽ, സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ നടക്കുന്നത് അശ്ലീലതയാണ്. ஆமென். அங்கே ஆமென் ஸ்தோத்திரம். மதத்தினுடைய பெயரில் ஆவிக்குரிய காரியங்களுடைய மறைவிலே அங்கே நடைபெறுகிறது என்னவென்றால் அது தேவனுக்கு பிரியமில்லாத காரியம். 5-ാം വാക്യം നോക്കിക്കേ. 5-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. 5வது വചനത്തിൽ അശുദ്ധിയുണ്ട്, വൈകാരികമായ നിയന്ത്രണമില്ലായ്മയുണ്ട്, അടിമത്തമുണ്ട്, ദുരാഗ്രഹമുണ്ട്, അത്യാഗ്രഹമുണ്ട്. ஆமென். நாம் இங்கே பார்க்கும்போது இங்கே கோபம், மூர்க்கம், இனியும்
பொருளாசை, விக்கிரகாராதனை, இப்படிப்பட்ட எல்லாம் அங்கே இருக்கிறது. പക്ഷെ അതിന് മുമ്പ് ചിലതൊക്കെ ഉണ്ടല്ലോ, അശ്ലീലത, അശുദ്ധി, വിഭചാരം, ലൈംഗികമായ അശുദ്ധം, വളരുതായ്മ, അതൊക്കെ എഴുതിയിട്ടില്ലേ? விபச்சாரம், அசுத்தம், மோகம், துர்ச்சை, விக்கிரகாராதனை. അഞ്ചാം വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ ദുർനടപ്പ്, ദുർനടപ്പ്, അശുദ്ധി, അശുദ്ധി, അതിരാഗം, അതിരാഗം, ദുർമോഹം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, അത്യാഗ്രഹം, ദുരാഗ്രഹം, ദുഷ്കാമം. അതായത് പണത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ ഊണുമില്ല, ഉറക്കവുമില്ല. பணத்தை குறித்து சிந்திக்க ஆரம்பித்தால் உணவும் தேவையில்லை, தூக்கமும் தேவையில்லை. ദൈവത്തോട് പ്രാർത്ഥിക്കാനിരുന്ന ഉറക്കം വരും. தேவனோடு ஜெபிக்க ஆரம்பித்தால் தூக்கம் வரும். ബൈബിൾ വായിക്കുമ്പോൾ കൂർക്കം വലിക്കും. பைபிள் வாசிக்கும் போது தூக்கம் வரும். പണം ചിന്തിക്കുമ്പോ ഉറക്കം പോകും. பணம் என்று சிந்தித்த உடனே தூக்கம் போய்விடும். ഞാൻ പറഞ്ഞത് എല്ലാവരും നിങ്ങൾ പാസ്റ്റർമാരോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്? நான் சொன்னது ஏதாவது பாஸ்டர்ஸ்கிட்ட யாராவது சொல்லி இருக்கிறார்களா? ചിലർ പറയുമായിരിക്കും എന്റെ പാസ്റ്ററെ ഉറക്കമില്ല. சிலர் சொல்வாங்க பாஸ்டர் தூக்கம் இல்லை. ഉറക്കമില്ലാത്തതിന്റെ കാര്യങ്ങളിലൊന്നും ഞാൻ പറഞ്ഞുതരാം. தூக்கம் இல்லாததுக்கு காரணம் ஒன்று நான் சொல்லுகிறேன். അവർക്ക് വല്ല ശാരീരിക അസുഖമുണ്ടെന്നറിയ അത് വേറെ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഉറക്കമില്ലേ പറഞ്ഞുതരാം. உடலிலே பலவீனமாய் இருந்தால் விட்டு விடுங்கள், மற்றபடி நான் சொல்லுகிறேன். ഒരു അവിഹിത ബന്ധം, ஆமென், திருமணத்திற்கு மாறான வாழ்க்கை, ഒരു വൈരാഗ്യം, வைராக்கியங்கள், ഒരു പക, பகை, ക്രോധം, குரோதம், ക്ഷമയില്ലായ്മ, ஆமென், மன்னிக்காத மனநிலை, ദുരാഗ്രഹം, ஆமென், துரிச்சைகள், ദ്രവ്യാഗ്രഹം, பொருளாசை, പണത്തെ കുറിച്ചുള്ള വ്യാമോഹം, பணத்தை குறித்ததான ஆமென் ஆசைகள். അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉറക്കം വരാത്തത്. ஆகையினால் தான் அவர்களுக்கு தூக்கம் வரவில்லை. ഇത് പഴയ മനുഷ്യനാണ്. இது பழைய மனிதன். നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ എടുത്ത് പുഴുവരിപ്പിക്കുന്നതാണ് പാപ സ്വഭാവം എന്ന് പറയുന്നത്, ആദാമിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. நம்முடைய நல்ல ஆசைகளை, விருப்பங்களை எடுத்து அதை செல்லரிக்க செய்வதுதான் மனித, அதாவது ஆதாமுடைய சுபாவம் என்று சொல்வது. കഴിഞ്ഞ ആഴ്ചയിലോ മറ്റോ ഞാൻ വടക്കേ ഇന്ത്യയിൽ പോയി. நான் கடந்த வாரம் நினைக்கிறேன் வடக்கே இந்தியாவுக்கு சென்றேன். ഡേറ്റ് മറന്നു, 25-ാം തീയതി ഞാൻ തിരിച്ചു. ഒക്ടോബർ 25-ാം തീയതി ഞാൻ വടക്കേ ഇന്ത്യൻ തിരിച്ചു. அக்டோபர் 25ஆம் தேதி நான் வடக்கே இந்தியாவுக்கு சென்றேன். ഇപ്പൊ കാശ്മീരിൽ നിന്ന് വന്ന ഒരു ദൈവദാസൻ, காஷ்மீரிலிருந்து வந்ததான ஒரு கர்த்தருடைய தாசன், രായിക്ക് രാമാനം ഒരു പെട്ടി ആപ്പിൾ, ഏകദേശം 10-45 ആപ്പിൾ എന്നെ മുറി കൊണ്ടുവച്ചു. அவர் இரவிலே ஒரு 45 கிலோ இருக்கக்கூடிய 45 കിലോ അല്ല, 45 പീസ്, 45 ஆப்பிள் ஒரு பாக்ஸ்ல எனக்கு கொண்டு வந்தார். എന്നോട് പറഞ്ഞു പാസ്റ്റർ എടുത്തേച്ച് ബാക്കിയുള്ളത് മറ്റു കൂട്ടുകാർക്ക് കൊടുത്തോളാൻ പറഞ്ഞു. பாஸ் தேவைக்கு எடுத்து விட்டு மீதியை நண்பர்களுக்கு கொடுக்க. ഞാൻ കൂടെയുള്ള പാസ്റ്റേഴ്സിനോട് പറഞ്ഞു, നിങ്ങളൊക്കെ ആവശ്യത്തിന് എടുത്തേച്ച് ബാക്കി എനിക്ക് വെച്ചേരെ എന്ന് പറഞ്ഞു. நான் கூட இருக்கிற ஊழியர்கிட்ட சொன்னேன், உங்களுடைய தேவைக்கு எடுத்து விட்டு மீதி எனக்கு வையுங்கள் என்று சொன்னார். അപ്പൊ അവര് ചെറുപ്പക്കാരല്ലേ, അവര് അച്ചായനെന്നും പറഞ്ഞ് എനിക്കൊരു 10-12 ആപ്പിൾ അതിനകത്ത് വെച്ചു. அவர்கள் வாலிபர்கள், எனக்கு ஒரு 10-12 ஆப்பிளை அவர்கள் எனக்கு மீதி வைத்தார். അവര് സഹായിച്ച് എന്റെ പെട്ടിക്കകത്ത് അതിൽ അടുക്കിയും വെച്ചു. அவர்கள் உதவிக்காக அதை பெட்டிக்குள்ளே அடுக்கி வைத்தார்கள். ഞാൻ അതും കൊണ്ട് ഭോപ്പാലിൽ പോയി ആരെയും കാണിക്കാതെ ഭാര്യയ്ക്ക് കൊണ്ട് കൊടുത്തു. நான் போபால்ல யாருக்கும் தெரியாமல் என்னுடைய மனைவிக்கு கொண்டு போய் கொடுத்தேன். അപ്പൊ ഞാൻ വീട്ടിൽ കൊണ്ട് പറഞ്ഞ കാശ്മീരി ആപ്പിൾ കൈകൊണ്ട് പറിച്ച സാധനം ദൈവദാസൻ എനിക്ക് കൊണ്ട് തന്നതാണ്. ഇതിനെ വെല്ലുന്ന ഒരു ആപ്പിൾ നമുക്ക് ബാംഗ്ലൂർ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. நான் என் மனைவியிடத்தில் சொல்லும்போது, இது காஷ்மீரிலே பறித்த ஆப்பிள், கையினால் பறித்தது, கர்த்தருடைய தாசன் எனக்கு கொண்டு வந்து தந்தார், இதே மாதிரி ஆப்பிள் எங்கேயும் கிடைக்காது என்று சொன்னேன். എന്റെ ഭാര്യ വലിയ ആഗ്രഹത്തോടെ ആപ്പിൾ സഞ്ചി എടുത്തു. என்னுடைய மனைவி மிகவும் விருப்பத்தோடு, ஆசையோடு ஆப்பிள் இருந்த சஞ்சி எடுத்தார். ആദ്യത്തെ ആപ്പിൾ, முதல் ஆப்பிள், അത് ട്രെയിനിലും പ്ലെയിനിലും കയറി വലിഞ്ഞിറങ്ങി വന്നപ്പോഴത്തേക്ക് അതിന് ഇടിയും ചതവൊക്കെ കിട്ടിയെന്നേ. அது ഫ്ലൈറ്റിലെയും ട്രെയിനിലും വന്നപ്പോൾ அதுக்கு ഇടിയും அதுக்கு காயங்கள் உண்டானது. കാര്യം ആദ്യത്തെ എടുത്ത അയ്യോ ഇത് അപ്പടി കേടാന്നല്ലോ. முதலாவது ஆப்பிளை எடுத்து பார்த்துவிட்டு சொன்னார்கள், இது கேடா இருக்கிறது. നീ ആ തൊലി ഒന്ന് ചെത്തി നോക്കിക്കുക, ചിലവൻ തൊലിപ്പുറത്ത് മാത്രമേ ഉള്ളൂ. நான் சொன்னேன், நீ அந்த தொலியை செத்தி பாரு, ஒருவேளை உள்ளே நன்றா இருக்கும் என்று. പുള്ളിക്കാരി അത് കീറി എന്നെ കാണിച്ചു, പുഴുവില്ലെന്ന് മാത്രമേ ഉള്ളൂ, ആകപ്പാടെ കേടാന്ന്. அவர்கள் அதை அறுத்து எடுத்து காண்பித்தார்கள், புழு இல்லை, மொத்தம் கேடாக இருந்தது. ഞാൻ പറഞ്ഞു, ഒരു ഡസൻ ആപ്പിളിനകത്ത് ഒരെണ്ണം പോയാ ബാക്കി 11 ഇല്ലേ നോക്കാൻ പറഞ്ഞു. ஒரு டசன் ஆப்பிளிலே ஒரெண்ணம் போனால் மீதி 11 இருக்கிறது அல்லவா. ആപ്പിൾ ആപ്പിൾ ஆப்பிள் മനോഹരം, அழகானது, കാണാൻ നല്ലത്, பார்ப்பதற்கு அழகானது, തിന്നാൻ രുചിയുള്ളത്, புசிப்பதற்கு ആരോഗ്യത്തിന് നല്ലത്, ஆரோக்கியத்திற்கு நல்லது. ഹവ്വ അമ്മച്ചി കണ്ടതുപോലെ ഞാൻ ആപ്പിളിനെ കൊണ്ട് വന്നത്. அந்த ஏவாள் பாட்டி பார்த்ததை போன்றுதான் நான் அந்த ஆப்பிளை பார்த்து கொண்டு வந்தேன். പക്ഷെ ആപ്പിൾ എന്റെ ഭാര്യ മുറിച്ചു നോക്കിയപ്പോൾ, ஆனால் ஆப்பிளை என்னுடைய மனைவி அதை அறுத்து பார்த்தபோது, കുറ്റിയിലിടാനേ സാധിക്കും. அது குப்பத்தொட்டியில போடுவதற்கு தான் அது முடியும். നല്ല സാധനങ്ങൾ, நல்ல பொருட்கள் ചിലപ്പോൾ ഞെക്ക് കൊള്ളുമ്പോഴും അമരുമ്പോഴും അതിന് അനുകൂലമായ സാഹചര്യം ഇല്ലെങ്കിലും
ചീഞ്ഞു പോകാൻ ഇടയുണ്ട്. ஒருவேளை அதற்கு அடிபடும் போது அதற்கு அனுகூலமான சூழ்நிலை இல்லாதிருக்கும் போது அது கெட்டு போக வாய்ப்பு. സഹോദരി സഹോദരന്മാരെ, சகோதர சகோதரிகளே, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ലൈംഗിക വികാരങ്ങൾ, ஆண்டவர் நமக்கு தந்திருக்கிறதான உணர்வுகள், നമ്മുടെ പുരുഷത്വം, நம்முடைய புருஷத்துவம், നമ്മുടെ സ്ത്രീത്വം എന്ന് പറയുന്നത്, நம்முடைய பெண்மை என்று சொல்வது, സ്നേഹിക്കുവാനും സ്നേഹം കൊടുക്കുവാനും പകരുവാനും സ്വീകരിക്കുവാനും ദൈവം തന്നിരിക്കുന്ന പ്രാപ്തി. பெண்மையும் ஆண்மையும் என்று சொல்வது அன்பு கொடுக்கவும் அன்பை பெற்றுக்கொள்வதற்கும் தேவன் தந்திருக்கிற ஒன்று. അത് ദൈവത്തിന്റെ ദാനമാണ്. அது தேவனுடைய தானமாயிருக்கிறது. ദൈവം ഒരിക്കലും വിഷം നമുക്ക് തരത്തില്ല. ஆண்டவர் ஒரு நாள் விஷத்தை நமக்கு தருவதில்லை. ദൈവം നല്ലത് മാത്രമേ തരത്തുള്ളൂ. ஆண்டவர் நன்மையானதை மட்டுமே தருவார். ദൈവം തന്ന ജീവന്റെ അനുഗ്രഹങ്ങൾ ഒന്നാണത്. அவன் தேவன் நமக்கு தந்திருக்கிற ஜீவனின் ஆசீர்வாதம் அவைகள். നമ്മുടെ കണ്ണുകൾ, நம்முடைய கண்கள், കാഴ്ചയുള്ള കണ്ണാണ്, എന്തെല്ലാം കാണാൻ സാധിക്കും. அவன் பார்க்க முடிகிற கண்களாய் இருக்குமேயானால் இவைகளை எல்லாம் பார்க்கலாம். നമ്മുടെ നാവുകൾ, நம்முடைய நாவுகள் എത്ര നല്ല രുചികൾ വൈഭവങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. எவ்வளவு ருச்சியான உணவுகளை ருசித்து பார்க்க முடியும். നമ്മുടെ കാതുകൾ, நம்முடைய காதுகள் എത്ര മനോഹരമായ സ്വരങ്ങൾ കേൾക്കുവാൻ സാധിക്കും. எவ்வளவு அழகான இனிமையான பாடல்களை கேட்க முடியும். നമ്മുടെ അധരവും നമ്മുടെ വായും കൂടെ ചേർന്ന് കഴിയുമ്പോൾ, நம்முடைய நாவும் நம்முடைய வாயும் சேரும் போது എത്ര ഭംഗിയായി പാടുവാനും സംസാരിക്കുവാനും നമുക്ക് സാധിക്കും. எவ்வளவு அழகாக பாடவும் பேசவும் முடிகிறது. ഇതൊക്കെ ദൈവത്തിന്റെ ദാനമാണ്. இவைகளெல்லாம் தேவன் தந்திருக்கிற தானம், ആപ്പിൾ ആണ്, தேவனுடைய தானமாயிருக்கு. എന്നാൽ ഇതിനെ വികൃതമാക്കരുത്, ஆனால் இவைகளை அசிங்கமாக்குவது, അന്യായമാക്കരുത്, அவன் அநியாயமாக்குவது, അയോഗ്യമാക്കരുത്, அயோக்கியமானதாய் மாற்றக்கூடாது. 45 ആപ്പിൾ പഴങ്ങൾ, 45 ஆப்பிள் பழங்கள் പാസ്റ്റർ തലേന്ന് രാത്രി വേറൊരുത്തിന്റെ പറമ്പിൽ കയറി പറിച്ചതാണല്ലോ. பாஸ்டர் முதல் நாள் வேறொருவருடைய இடத்திலே போய் பறித்து கொண்டு வந்ததா இருக்குமே. ஆனால் എന്റെ ബാംഗ്ലൂരിലെ ഒരു വീടിന്റെ മുമ്പിൽ മുല്ലച്ചെടി ഉണ്ടായിരുന്നു. என்னுடைய பெங்களூர்ல என்னுடைய வீட்டுக்கு முன்பாக முல்லை செடி இருந்தது. മുല്ലപ്പൂ ഒരിക്കലും എനിക്ക് കിട്ടത്തില്ല. அந்த மல்லிகை பூ எனக்கு ஒரு நாளும் கிடைக்காது. ഒരു 3:30-4 മണിക്ക് ഉണർന്നു കഴിയുമ്പോൾ നല്ല മുല്ലപ്പൂവിന്റെ മണം കിട്ടും. 3-4 மணிக்கு எழுந்திருக்கும் போது நல்ல மல்லிகை பூவுடைய வாசனை. വെളുപ്പിനെ നോക്കുമ്പം മുല്ല ഇങ്ങനെ ഷെയ്വ് ചെയ്ത് നിർത്തിയേക്കുക, ഒരു മൊട്ട് പോലും കാണത്തില്ല. காலையில் எழுந்து பார்த்த போது முல்லை செடி அந்த மல்லிகை பூவை ஷேவ் பண்ணி விட்டது மாதிரி ஒரு பூ கூட இருக்காது. എനിക്ക് ഈ പൂക്കളനെ ഒന്ന് കണ്ടുപിടിക്കണം. இந்த பூவை திருடனை எனக்கு கண்டுபிடிக்க வேண்டும். അപ്പൊ അന്ന് ഈ ഒളിക്യാമറ, ഈ ക്യാമറ ഒക്കെ വരുന്നതിന് മുമ്പാവും ഞാൻ ഈ മുല്ലപ്പൂക്കളനെ ഒന്ന് കണ്ടുപിടിക്കാൻ. அன்றைக்கு கேமரா எல்லாம் வருவதற்கு முன்பு இந்த மல்லிகை பூவை திருடுகிறவனை கண்டுபிடிக்க வேண்டும் என்று நான் கண்டுபிடித்தேன். ഭക്തനായ ഒരു മനുഷ്യൻ, நல்ல பக்தனான ஒரு மனுஷன், നല്ല കോച്ചിന്ന തണുപ്പത്തും ഉള്ളിൽ ഷർട്ട് പോലും ഇട്ടിട്ടില്ല, நல்ல குளிருள்ளதான அந்த நேரத்திலே அவர் வஸ்திரம் கூட அணியாமல், വസ്ത്രത്തിന് പകരം ദേഹത്തെല്ലാം ചാരം പുരട്ടിയേക്കുകയാണ്. அவர் வஸ்திரத்துக்கு பதிலாக மேலெல்லாம் வெண்மையான சாம்பலை பூசி இருக்கிறார். അദ്ദേഹം എന്റെ കോമ്പൗണ്ട് മോളിന്റെ മുൻപിലെ അഴിയിൽ ചവിട്ടി നിന്ന് പൂ പറിക്കുക. அவர் என்னுடைய கோம்பவுண்டினுடைய அடியிலே மிதித்து நின்று பூக்களை பறிக்கிறார். അപ്പോഴാ മനസ്സിലായ അയലത്തെ ദേവന് കൊടുക്കാൻ പുള്ളിക്കാരൻ ഭക്തിയോടെ പറിക്കുന്നതാണ്. அப்பொழுதுதான் புரிந்து கொண்டேன், அருகில் உள்ளதான தேவனுக்கு கொடுக்க அவர் பக்தியோடு திருடுகிறார். നീ കട്ടോണ്ട മുല്ലപ്പൂവും കട്ടോണ്ട ആപ്പിളും കൊണ്ട് സഭായോഗത്തിന് സ്വോത്രാഴ്ച ഇടുകയാണെന്ന് വരികിൽ അത് വിശുദ്ധമല്ല. அவன் நீ திருடின ஆப்பிளையும் திருடின மல்லிகை பூவையும் கொண்டு வந்து பரிசுத்த ஆராதனைகளை காணிக்கை போடுவாயானால் அது பரிசுத்தமானதல்ல. ആപ്പിളിന് മനോഹരിതയും അനുഗ്രഹവും വിശുദ്ധിയും വരുന്നത് അത് നേരോടെ കൃഷി ചെയ്തതോ നേരോടെ വാങ്ങുന്നതോ ആകുമ്പോഴാണ്. ശരിയോ തെറ്റോ? அவன் ஆப்பிளுக்கு அழகும் அதற்கு அவன் மகிமையும் உண்டாகிறது எப்பொழுது என்றால் அதை உண்மையாகவே விவசாயம் செய்து கொண்டு வந்து கொடுப்பதனாலே. അതിനൊക്കെ ഒരു വ്യവസ്ഥയുണ്ട്, அதற்கு ஒரு முறை இருக்கிறது. ഇതുപോലെ இதை போன்று സ്ത്രീ പുരുഷ ബന്ധത്തിനൊരു വ്യവസ്ഥയുണ്ട്, ஆண் பெண் உறவிற்கு ஒரு முறை இருக்கிறது, കുടുംബ ജീവിതത്തിന് വ്യവസ്ഥയുണ്ട്, குடும்ப வாழ்க்கைக்கு ஒரு முறை இருக்கிறது, ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് വ്യവസ്ഥയുണ്ട്, விருப்பங்களை நிறைவேற்றுவதற்கு ஒரு முறை இருக்கிறது. ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിനൊരു സന്തോഷം ഉണ്ടാകണം. உன்னுடைய விருப்பங்கள் நிறைவேறும் போது பரலோகத்தில் இருக்கிற தேவனுக்கு மகிமை உண்டாக வேண்டும். ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം ദൈവ കോപം വിളിച്ചു വരുത്തുന്നതായിരിക്കരുത്. உன்னுடைய தேவையை நீ பூர்த்தி செய்வது தேவ கோபத்திற்கு காரணமாய் மாறக்கூடாது. ദൈവകോപം വിളിച്ചു വരുത്തുന്ന ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം ആദാമിന്റെ പഴയ മനുഷ്യനാണ് അതിനെ ഉരിഞ്ഞു കളയേണ്ടതാ. தேவ கோபத்தை அவன் அழைக்கக்கூடியதான உன்னுடைய விருப்பங்கள், அவன் விருப்பங்களை நிறைவேற்றுகிற அந்த மனநிலை, அது ஆதாமுடைய சுபாவம், அவைகளை களைந்து போட வேண்டும். അത് ചീഞ്ഞ സ്വഭാവമാണ്, அது அழுகிறதான
സ്വഭാവം അത് ദൈവകോപം വരുത്തി വയ്ക്കുന്നതാണ്. അത് ദേവ കോപത്തെ ഉണ്ടാക്കും. അത് ദ്രവ്യാഗ്രഹവും ദൈവകോപം വരുത്തി വയ്ക്കുന്നതാണ്. അത് പൊരുളാശയാകിയ ദേവകോപത്തെ കൊണ്ടുവരും. അന്യന്റെതൊന്നും മോഹിക്കരുതെന്നാ കർത്താവിന്റെ വചനം പറയുന്നത്. അവൻ അടുത്തവനുடைய എதையும் விரும்பக்கூடாது என்று வேதம் சொல்லுகிறது. നമ്മൾ 10 കൽപ്പനകൾ പിള്ളേരെ പഠിപ്പിക്കാറുണ്ടോ? நான் 10 கற்பனைகளை கட்டளைகளை பிள்ளைகளுக்கு கற்றுக் கொடுப்போமா? മോഹിക്കരുത്. ആമേൻ. അന്യന്റെ വസ്തുവിനെ, കാളയെ, കാറിനെ, ബൈക്കിനെ, ജീപ്പിനെ, ഉടുപ്പിനെ, ഭാര്യയെ, മോളെ ഒന്നും മോഹിക്കരുത്. അടുത്തവനുடைய ஒன்றையும் நாம் ஆசைப்படக்கூடாது, இல்லாவிட்டால் இச்சிக்க கூடாது. മോഹിക്കരുത്. ആമേൻ. ഇച്ഛിക്ക കൂടാതെ. ദൈവം അനുവദിക്കാത്ത മോഹത്തിനാണ് മലയാളത്തിൽ വ്യാമോഹം എന്ന് പറയുന്നത്. ദേവൻ അനുവദിക്കാതെ அந்த ஆசைக்குதான் அது துரிச்சை என்று சொல்லுகிறது. ഇങ്ങനെ ചെയ്യുന്നവരുടെ മേൽ ദൈവകോപം വരുന്നു. இப்படி செய்கிறவர்கள் மேல் தேவ கோபம் உண்டாகும். അന്യോന്യം കള്ളം പറയൽ, ஒருவருக்கொருவர் பொய் சொல்லுவது, സത്യസന്ധരായിരിക്കണം. உண்மையுள்ளவர்களாக இருக்க வேண்டும். ഒരു ദൈവ പൈതലിന്റെ ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കണം. ஒரு தேவனுடைய பிள்ளை ആമേൻ உள்ளதை உள்ளதென்றும் இல்லாததை இல்லாதென்றும் சொல்ல வேண்டும். വാക്കിന് ഘനമുണ്ടായിരിക്കണം. വാർത്തയ്ക്ക് ഘനം കൊടുക്ക வேண்டும். വാക്കുകൾ സത്യമായിരിക്കണം. வார்த்தைகள் உண்மையானதா இருக்க வேண்டும். വാഗ്ദത്തങ്ങൾ സത്യമായിരിക്കണം. நம்முடைய வாக்குத்தத்தங்கள் உண்மையானதா இருக்க வேண்டும். 2000 രൂപ സ്ക്വയർ അടിക്ക് ഒരു വീട് പണിയാമെന്ന് കരാർ ഒപ്പുവെച്ചാൽ 2000-ന് മീതെ ചൂഷണം ചെയ്യരുത്. അവൻ 2000 രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റിൽ 2000 രൂപയ്ക്ക് വീട് കെട്ട வேண்டும் என்று ഒരു ഒപ്പന്തം പോട്ടിരുന്നാൽ അത് 2000-ക്ക് മേലെ പോകக்கூடாது. ഞാൻ ഇന്നലെ ഒരു വിവാഹം നടത്തിയിട്ടാണ് വരുന്നത്. ഞാൻ നേരത്തെ ഒരു തിരുമണം നടത്തി വിട്ടു വന്നേ. പാസ്റ്റർ പറഞ്ഞു 176 എത്ര കല്യാണം നടത്തിയേക്കുന്നത്? 196 കല്യാണം പാസ്റ്റർ നടത്തിയിട്ടുണ്ട്. 4 എണ്ണം കൂടെ നടക്കുമ്പോൾ ഡബിൾ സെഞ്ചുറി അടിക്കും. பாஸ்டர் 196 திருமணங்கள் நடத்தி வைத்திருக்கிறார். 4 திருமணங்கள் நடத்தும் போது அது டபுள் செஞ்சுரியாக மாறும். നമ്മൾ കല്യാണത്തിന് എന്നാ പറയുന്നേ? திருமணங்கள் நாம் என்ன சொல்லுவோம்? എന്താ ചൊല്ലി കൊടുക്കുന്നത്? എന്താ ഏറ്റു പറയുന്നേ? எப்படி சொல்லிக் கொடுப்போம்? எப்படி அதை திரும்ப சொல்ல வேண்டும்? ദൈവം നമ്മൾ ഇരുവരെയും ജീവനോടെ ശേഷിപ്പിക്കുന്ന കാലം അത്രയും தேவன் நம்ம இருவரையும் உயிரோடு வைக்கும் காலமளவும் നിന്നെ മാത്രം, உன்னை மட்டும், മറ്റുള്ളതെല്ലാം ഉപേക്ഷിച്ച്, மற்ற எல்லாவற்றையும் விட்டுவிட்டு. സ്കൂളിൽ പഠിച്ചപ്പോൾ ഡാൻസ് ചെയ്യുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു. അവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നല്ലതാக നടനമാടുന്ന ഒരു പെണ്ണ് இருந்தால். കോളേജിൽ പഠിക്കുമ്പോൾ ഒരു യൂണിയൻ ചെയർ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു. അവിടെ ഇൻകുലാബ് കേട്ടാൽ നമ്മുടെ സിരകൾ രക്തം തിളയ്ക്കുമായിരുന്നു. അവൻ കോളേജിൽ പഠിക്കുമ്പോൾ അங்கே ഒരു ലീഡർ இருந்தால் அவர் சொல்லுகிற வார்த்தைகளை கேட்கும்போது நம்முடைய ശരീരം എല്ലാം നടുങ്ങും. ആദ്യത്തെ ബാങ്ക് ജോലി കിട്ടി മൈസൂരിൽ പോയപ്പോൾ ആ മാനേജറായ സ്ത്രീയുടെ ഇടപാടുകൾ, അയ്യോ முதல் முறையாக பேங்கிலே வேலை கிடைத்து பெங்களூருக்கு போன போது அந்த மேனேஜர் நடந்து கொள்ளுகிற முறை பெண்களுக்கு இடையில் அவ்வளவு விசேஷமானவர். നീ മാർത്താണ്ഡത്ത് വന്ന് കുമാരിയോട് പറഞ്ഞു നിന്നെ കല്യാണം കഴിക്കാമാണ്. அவன் நீ மார்த்தாண்டத்தில் வந்து குமாரியிடத்திலே சொன்னாய் உன்னை திருமணம் பண்ண போகிறேன். അതിന്റെ ദിവസം 197 നടത്തുക. பாஸ்டர் அவர்கள் 197 நடத்த போகிறார். அப்ப என்ன പറയുന്നേ? அப்பொழுது அவர் என்ன சொல்லுவார்? മറ്റെല്ലാം ഉപേക്ഷിച്ചിട്ട്, മറ്റെല്ലാവற்றைയും വിട്ടുവിട്ട്, മാനേജറെ ഉപേക്ഷിച്ചിട്ട്, മാനേജറെ വിട്ട്, സ്കൂളിലെ ടീച്ചറെ ഉപേക്ഷിച്ചിട്ട്, സ്കൂളിലെ ടീച്ചറെ വിട്ടുവിട്ട്, ഡാൻസുകാരെ ഉപേക്ഷിച്ചിട്ട്, ഡാൻസുകാരിയെ വിട്ടുവിട്ട്, പണ്ട് സ്വപ്നം കണ്ട എല്ലാരെയും ഉപേക്ഷിച്ചിട്ട്, നീ കനവ് பார்த்த எல்லாவற்றையும் விட்டுவிட்டு നിന്നെ മാത്രം, உன்னை மட்டும். இந்த வாக்கு வாக்காയിരിക്കണം. இந்த வாக்கு வாக்காக വാക്കായിരിക്കണം. இந்த வாக்கு വാക്കാக இருக்கணும். അദൃശ്യനായ ദൈവം തന്റെ കരങ്ങളാൽ നിന്നെ സംയോജിപ്പിക്കുമ്പോൾ, അവൻ കണ്ണുകളാൽ കാണ முடியாத தேவனுடைய കരങ്ങളെ ഇണയ്ക്കുമ്പോൾ, ഹൃദയ വിചാരങ്ങളെ അറിയുന്നവന്റെ മുൻപിൽ, തൂക്കി നോക്കുന്നവന്റെ മുൻപിൽ നീ പ്രതിഷ്ഠ എടുക്കുമ്പോൾ, உன்னுடைய மனதை அளந்து பார்க்கிற தேவன் உன்னை தூக்கி பார்க்கும்போது, നിന്റെ വിവാഹം വിശുദ്ധമായിരിക്കണം. உன்னுடைய திருமண வாழ்க்கை பரிசுத்தமானதா இருக்க வேண்டும். അശ്ലീലത്തിനുള്ള വഴിയല്ല, അവൻ விபச்சாரத்திற்கான വഴി അല്ല, അശുദ്ധിയുടെ രീതിയല്ല, ഇത് അശുദ്ധത്തിற்கான വഴി അല്ല, നിന്റെ വൈകാരിക ജീവിതത്തിനെ അടിമത്വമല്ല, അവൻ ഉன்னுடைய வாழ்க்கையினுடைய அடிமைத்தனத்திற்கல்ல, നിന്റെ പണമോഹമല്ല, ഉன்னுடைய മനം അവൻ ഇച്ഛയ്ക്കാக അല്ല, നിന്റെ കള്ളം പറയുന്ന സ്വഭാവമല്ല, നീ പൊയ് சொல்லுகிற സ്വഭാവം അല്ല. ഇതെല്ലാം ഉപേക്ഷിച്ചു കളയണം. ഇതെല്ലാം വിട്ടുവിട வேண்டும். പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. പഴയ മനുഷ്യനെ കളഞ്ഞു പോട வேண்டும். ക്രിസ്തു എല്ലാറ്റിലും എല്ലാമായിരിക്കണം. ക്രിസ്തു എല്ലാവற்றிലും എല്ലാമുமாக இருக்க வேண்டும். എന്നിട്ട് അതിന്റെ 9-ാം വാക്യം മുതൽ പറയാ, 10 താഴോട്ടുള്ള വാക്യങ്ങൾ പറയുക. സോറി 8-ാം വാക്യത്തിൽ പറയുക, നമ്മുടെ ഇമോഷൻസ് ആൻഡ് റിയാക്ഷൻസും വിശുദ്ധമായിരിക്കണം. நம்முடைய எண்ணங்களும் செயல்களும் பரிசுத்தமாக இருக்க வேண்டும். ഇപ്പോൾ കോപം, ക്രോധം, വിദ്വേഷം, പരദൂഷണം, അധനങ്ങളിൽ വരുന്ന അസഭ്യ വാക്കുകൾ,
இங்கே சொல்லும்போது கோபம், மூர்க்கம், பொறாமை, உங்கள் வாயிலிருந்து பிறக்கலாகாத தூஷணமும் வம்பு வார்த்தைகளுமாகிய இவைகள் எல்லாம். ഇതൊക്കെ പ്രതികരണങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ എതിർവിനൈകൾ. ഒരാൾ നമ്മളോട് ഒരു അനാവശ്യം പറഞ്ഞു, ഒരു നബർ தேவையில்லாத വാർത്തകളെ சொன்னார். ഒരാൾ നമ്മുടെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വേറൊരാള് ഒരു തെറ്റായ രീതിയിൽ വന്നു. நாம் சரியாக வாகனத்தை ஓட்டும் போது ஒருவர் தவறான வழியிலே முன்னாக வந்தார். നമുക്ക് ഇറിറ്റേഷൻ വരുത്തുന്ന പ്രവൃത്തികൾ മറ്റുള്ളവരിൽ എല്ലാ ദിവസവും ഉണ്ടാകും. നമ്മை கோபத்தை தூண்டுகிற செயல்பாடுகள் மற்ற எல்லாரிடத்திலிருந்தும் வரும். ICUവിൽ കിടക്കുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാകും. ആമേൻ. ഐസിയുവിൽ ഇരിക്കുമ്പോൾ കൂടെ ഇറിറ്റേഷൻ ഉണ്ടാകും. അവരിങ്ങനെ വയർ ചെയ്ത് കുത്തിയും കെട്ടിയിട്ടേക്കുക. അവர்கள் വയറിലെ കുത്തി കട്ടി പോട്ടിരിக்கிறார்கள். നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും. നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും. അപ്പം ഒരു മറ്റുള്ളവരുടെ പ്രവൃത്തികളോടുള്ള പ്രതികരണമാണ് ഈ നെഗറ്റീവ് ഇമ്പൾസസ് ആയി കാണുന്നത്. இங்கே பார்க்கும்போது மற்றவர்கள் நமக்கு செய்யக்கூடிய செயல்களுக்கு எதிர்வினை ஆற்றுவதைத்தான் நாம் இங்கே வாசிக்கிறோம். கோபம் സാധാരണ ഒരു ഇറിറ്റേഷനോടുള്ള റെസ്പോൺസ് ആണ്. இது சாதாரணமான ஒரு மனநிலையை எதிர்க்கிறதான ஒரு மனநிலை. ക്രോധം അത് ഇത്തിരിയും കൂടെ കടന്നുകൂടിയതാണ്. അത് കൊഞ്ചം കൂടെ കൊടൂരമാണ്. ആ ഇറിറ്റേറ്റ് ചെയ്യുന്നവന്റെ 32 പല്ലും നിത്യ ശോഷിപ്പിനായി അടിച്ചു പൊട്ടിക്കാൻ ആഗ്രഹിച്ച് ചിന്തിച്ചിരിക്കുന്ന ക്രോധം എന്ന് പറയുന്നത്. இந்த ക്രോധം എന്ന് சொல்லுவது நமக்கு இரிட்டேஷனை தரக்கூடிய நபருடைய 32 பல்லையும் உடைத்து போடக்கூடிய அளவிற்கு மோசமானதாக மாறுகிறது. അടുത്ത വാക്ക് എന്നതാ? ഈർഷ്യ, വിദ്വേഷം. ആമേൻ. മൂർഖം, പൊറാമൈ. ഒരിക്കൽ എന്നോടൊരു വ്യക്തി വന്ന് പറഞ്ഞു, സാറേ തന്നെ ഒരിടത്തും പോവല്ലേ. என்னிடத்தில் ஒருவர் சொன்னார், சார் நீங்க தனியாக எங்கேயும் செல்லக்கூடாது, തന്നെ ഒരിടത്തും പോവല്ലേ, தனிமையாக எங்கேயும் செல்லக்கூடாது. ഞാൻ പറഞ്ഞു, ഇത്രയും കാലം തമ്പുരാൻ സൂക്ഷിച്ച് ഇനിയാണോ നമ്മൾ തന്നെ പോകേണ്ടത് പോകുമെന്ന് പറഞ്ഞു. இவ்வளவு காலங்களும் ஆண்டவர் பாதுகாத்துக் கொண்டார், இனி நான் தனிமையாக செல்வது, போக வேண்டிய இடங்களுக்கு செல்வேன் என்று. അദ്ദേഹത്തിന്റെ ഭാര്യ എന്റെ ഭാര്യയെ വിളിച്ചു. அவருடைய மனைவி என்னுடைய மனைவிக்கு போன் செய்தார். സാറിനെ വൈകിട്ടൊന്നും തന്നെ വിടല്ലോ, സാറെ തനിയാക സായങ്കാല വേളയിൽ വെളിയെ വിടக்கூடாது എന്ന്. കാര്യം എന്നാന്നറിയാവോ? കാരണം എന്നവെന്നാൽ, ഏതോ ഒരു പരീക്ഷയിൽ എവിടോ ഞാൻ തോപ്പിച്ച ഒരു വിദ്വാൻ അതിനടുത്തെങ്ങാണ്ടുണ്ട്. ഏതോ ഒരു പരീക്ഷ എക്സാമിലെ ഞാൻ തോൽക്കടിത്തതാണ് ഒരുവൻ അങ്ങ് ഇരിക്കുകയാണ്. എന്തോ ചെയ്യാനാ, വാദ്യാരാകുമ്പോൾ ചിലര് ജയിക്കും ചിലര് തോക്കും, അത് നമ്മുടെ കുഴപ്പമല്ല. நான் வாத்தியாரா இருக்கிறபடியால் நமக்கு கீழே இருக்க படிக்கிற பிள்ளைகள் சிலர் தோப்பார்கள், சிலர் ஜெயிப்பார்கள். അപ്പൊ ഒരുത്തൻ എന്നോട് അങ്ങ് പിണക്കാം. ஒருவனுக்கு என்னோடு பயங்கர கோபம். അവനൊരു കൗൺസിലറിന്റെ അടുക്ക ചെന്ന് പറയുക, അവൻ ഒരു കൗൺസിലറിടത്തിൽ പോയി சொல்லுகிறார், എനിക്ക് ആ ഇടിയുടെ വയറ്റിക്കൂടെ ഒരു കത്തി കുത്തി കയറ്റാനുള്ള വൈരാഗ്യമുണ്ട്. எனக்கு அந்த இடியுடைய வயிற்றிலே ஒரு கத்தியை குத்தி ஏற்றக்கூடிய அளவிற்கு கோபம் வருகிறது. അവൻ പറയാൻ പ്രാക്ടീസ് ചെയ്യാന്ന് പറയാം എന്നെ കുത്താനായിട്ട്. അവൻ പ്രാക്ടീസ് பண்ணி கொண்டிருக்கிறார் என்னை குத்துவதற்காக. അവരെന്റെ ഭാര്യയോടൊന്ന് പറയുക, സൂക്ഷിക്കണേ സാറ് തന്നെ പോയാൽ കത്തിക്കുത്ത് കിട്ടുമെന്ന്. அவர்கள் அந்த சகோதரி அவர்கள் என்னுடைய மனைவி எடுத்து சொல்கிறார்கள், சாரை தனிமையாக விடக்கூடாது, போனால் கத்தியினால் குத்தப்படுவார். ഇതാ വിദ്വേഷം എന്ന് പറയുന്നത്. இதுதான் ஆமென் வைராக்கியம் என்று சொல்றோம். ഒരാളോടൊരു പിണക്കം, ഒരാളോട് നമുക്കൊരു കോപം വന്നത്. നമ്മുടെ ചിന്തയിൽ മുഴുവൻ ഈ കോഴി മുട്ടയുടെ മണ്ടേ പൊരുന്നയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിക്കുന്നത് പോലെ ഈ കോപത്തിന്റെ മേൽ ഇങ്ങനെ നമ്മൾ പൊരുന്നയിരിക്കുക. இப்படி நமக்கு ஒரு ஆள் மேல் வைராக்கியம் வருமையானால், கோழி முட்டை போட்டு அதன் மேல் அவன் அடைகாத்து இருப்பதை போன்று நம்முடைய கோபத்தின் மேல் நாம் அடைகாத்து கொண்டிருப்போம். കോപത്തെ ഇങ്ങനെ അടയിരിക്കുമ്പോൾ കോഴിക്കുഞ്ഞ് വിരിഞ്ഞു വരുന്നത് പോലെ കോപത്തിന്റെ മേൽ അടയിരുന്ന് വിദ്വേഷം വർദ്ധിച്ചു കഴിയുമ്പോൾ അത് കലാപങ്ങളായി പരിണമിക്കും. അവൻ கோபத்தின் மேல் அடையிருந்து கோழி குஞ்சுகள் வருவதை போன்று நம்முடைய கோபத்தின் மேல் நாம் அடையிருக்கும் போது அது வைராக்கியங்களாக, அது வழக்குகளாக வெளியே வரும். കോഴി എവിടാ നമ്മൾ അടവെക്കുന്നത്? സഭായോഗത്തിനല്ലല്ലോ. കോഴിയെ നാം സഭയോഗത്തിൽ അടവയ്പ്പതില്ല. അല്ലല്ലോ. കോഴി അടവെക്കുന്ന എവിടാ? കോഴിയെ നാം എங்கே അടവയ്പ്പോം? വീട്ടിലല്ലേ വെക്കുന്നത്? വീട്ടിലെ വയ്പ്പോം. അത് നിങ്ങളാരും ഇപ്പൊ ഈ കോഴിയെ അടവെക്കുന്ന പരിപാടിയൊക്കെ മറന്നുപോയോ? நீங்க இப்ப கோழியெல்லாம் அடவைக்கிற அந்த வேலையெல்லாம் விட்டு விட்டீர்களா? എല്ലാരും കുടുംബശ്രീ എന്നൊക്കെ ആയിരിക്കും ഇപ്പൊ കോഴിക്കുഞ്ഞിനെ മേടിക്കുന്നത്. எல்லாரும் பெண்கள் சுய உதவி குழுவை காத்திருப்பீர்கள், அங்கிருந்து கோழி கிடைக்கும். എന്തിനാ പറഞ്ഞെന്നറിയാമോ? കോപത്തെ ഏറ്റവും അധികം അടവയ്ക്കുന്നത് വീട്ടിനുള്ളിലാണ്. கோபத்தை அதிகமாக அடை வைப்பது வீட்டிற்குள்ளே. ആർക്കെതിരെ? யாருக்கு எதிராக? എത്ര കുട്ടികൾ എന്നോട് വന്ന് ഷെയർ ചെയ്തിട്ടുണ്ടറിയാവോ? எவ்வளவு பிள்ளைகள் என்னிடத்தில் வந்து பங்கு வைத்திருக்கிறார்கள் தெரியுமா? ചില പിള്ളേർ പറയും, പാതിരാ കഴിയുമ്പോ നമ്മളോട് ഷെയർ ചെയ്തോണ്ടിരിക്കുമ്പോൾ പറയും, പാതിരാ ഇനി അർദ്ധരാത്രിക്ക് വന്ന് ഷെയർ ചെയ്യും. ചിലരൊക്കെ நடுஇரவிலே என்னோடு பகிர்கிறவர்கள் இப்படி சொல்வார்கள். അവര് നിക്കോദീമോസ് വരുന്ന പോലെ വരുന്നേ. அவர்கள் நிக்கோதேமு வருகிறது போல இரவிலே வருவார்கள். എന്നിട്ട് എന്നാ പറയുന്നത്? ഉള്ളിലിങ്ങനെ അടക്കി വെച്ചേക്കുന്ന കാര്യം പറയുക. உள்ளத்திலே அவர்கள் அடக்கி வைத்திருக்கிறவர்கள் என்னோடு சொல்வார்கள். ചില പിള്ളേർ, ഐ ഹേറ്റ് മൈ ഫാദർ, എനിക്ക് എന്റെ അപ്പനോട് പിണക്കാണ്, ഐ ഹേറ്റ് ഹിം, ഐ ഹേറ്റ് ഹിം. எனக்கு என்னுடைய தகப்பனோடு கோபம், ஆமென், அவரோடு எனக்கு சண்டை, எனக்கு பிடிக்காது என்று.
കോപം എവിടെ അടയിരിക്കുന്നേ? കോപം എവിടെയാ അടക്കി വെച്ചേക്കുന്നേ? கோபத்தை எங்கே அடக்கி வைத்திருக்கிறேன்? വീട്ടിനുള്ളിൽ. வீட்டிற்குள்ளே. ഭർത്താവ് ഭാര്യയ്ക്കെതിരെ, அவன் மனைவி புருஷனுக்கு எதிராக, ഭാര്യ ഭർത്താവിനെതിരെ, புருஷன் மனைவிக்கு எதிராக. ഞാൻ പലപ്പോഴും സ്ത്രീകളോട് പറയാറുണ്ട്, സ്ത്രീകളുടെ യോഗത്തിനൊക്കെ പറയാറുണ്ട്, நான் சகோதரர்களுடைய கூடுகையிலே சொல்வதுண்டு, നിങ്ങൾ കാബേജ് അരിയുമ്പോൾ, நீங்கள் கோவிஸ் அறிந்து നിങ്ങൾ கொண்டிருக்கும், ക്യാരറ്റ് நீங்கள் അരിയുമ്പോൾ கேரட் கட் பண்ணி கொண்டிருக்கும், നിങ്ങൾ എന്താണ് അരിയുന്നത്? நீங்கள் எதை அறிந்து கொண்டிருக்கிறீர்கள்? ചിലര് ക്യാരറ്റോ കാബേജോ അരിയുന്നത് എങ്ങനെയാണെന്നറിയാം? சிலர் கேரட் கேபேஜ் அறியும் போது என்ன நினைப்பார்கள்? എന്റെ പിള്ളേരുടെ അപ്പൻ, என்னுடைய பிள்ளைகளுடைய தகப்பன் ഇങ്ങനെ അപ്പനെ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നാ പോരാ, இப்படி அப்பனை அறிந்து கொண்டே ഈ இருப்பார். വാക്കത്തേക്ക് വീപ്പിച്ചാത്തേക്ക് മൂർച്ചയിലല്ലായിരുന്നു ഞാൻ അയാളെ ഇതുപോലെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് കളഞ്ഞാനേ. என்னுடைய இந்த கத்திக்கு இந்த அளவுக்கு மூர்ச்சை போதாது, அதிகமான மூர்ச்சை இருக்குமானால் நான் அவரை இப்படி வெட்டி கொத்தி நொறுக்கி விடுவேன். അയ്യോ, നിങ്ങൾ വിശുദ്ധരെ കുറിച്ചല്ല പറഞ്ഞ, നാട്ടിലെ ചില സമുദായക്കാരെ കുറിച്ചാ പറഞ്ഞത്. நான் உங்களை பற்றி சொல்லவில்லை, ஊரில் உள்ளதான சில சமுதாய சபையில் உள்ளவர்களை பற்றி சொல்லிக் கொண்டிருக்கிறேன். കോപത്തെ പൊരുന്ന വെച്ചേക്കുകയാണ്. கோபத்தை அடை வைக்கிறீர்கள். എന്തുകൊണ്ടാ എങ്ങനെ ഈ കോപത്തെ പൊരുന്ന വെച്ചേക്കുന്നത് പറയുന്നത്? எப்படி எதற்காக இந்த கோபத்தை அடை வைத்திருக்கிறீர்கள்? പ്രതീക്ഷിക്കാത്ത സമയത്ത് അഗ്നിപർവ്വതം പൊട്ടുന്ന പോലെ ചിലരങ്ങ് പൊട്ടിത്തെറിക്കും. எதிர்பாராத நேரத்தில் அவன் எரிமலை வெடிப்பதை போன்று சிலர் வெடித்து சிதறுவார்கள். പിള്ളേര് അയ്യോ അപ്പൊ ഞാൻ എന്നാ ചെയ്തു? அப்ப பிள்ளைகள் நான் என்ன செய்தேன்? അമ്മ ചോദിക്കും അപ്പൊ എന്നാ പറ്റി? அம்மா கேட்பார்கள் என்ன நடந்தது? അപ്പൊ നമ്മൾ ചിന്തിക്കും അയ്യോ സൗമ്യ എന്നാ പറ്റി? அப்பொழுது சௌமியா என்ன நடந்தது, என்னாச்சு? ഒന്നും പറ്റിയില്ല, ஒன்று நடக்கவில்லை, ഒരു കൊതുക് പോലും വന്നില്ല, ஒரு கொசு கூட வரவில்லை. കോപത്തിന്റെ മേൽ അടയിരിക്കുകയായിരുന്നു. இது கோபத்திற்கு மேலே அடை இருந்தார்கள். 4 ദിവസം മുമ്പേ 4 நாட்களுக்கு முன்பாக പാസ്റ്ററും ആന്റിയും കൂടെ വിസിറ്റിന് വന്നപ്പോ பாஸ்டரும் ஆண்டி விசிட்டிங் வரும்போது ഞാൻ എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കേക്കാന്ന് ഒരു വാക്ക് പാസ്റ്ററോട് പറഞ്ഞു. நான் எவ்வளவு கஷ்டப்பட்டு உண்டாக்கின கேக்கு என்று பாஸ்டர் ஒரு வார்த்தை சொன்னீர்களா? എന്ത് ഉത്സാഹത്തോടാ ഞാൻ ഉണ്ടാക്കിയ കേക്ക് എടുത്തു കൊടുത്തേ. நான் செய்தது எவ்வளவு உற்சாகமாய் பாஸ்டருக்கு எடுத்து கொடுத்தீர்கள். ഒരു വാക്ക് എന്നെ കുറിച്ച് പറഞ്ഞു, ஒரு வார்த்தை என்னை பற்றி பேசினீர்களா? ഒരു നല്ല വാക്ക് പറഞ്ഞു, ஒரு நல்ல வார்த்தை சொன்னீர்களா? എന്നിട്ട് ചായക്ക് പഞ്ചസാര കൂടിയപ്പം പറയുക കുഞ്ഞുമോളെ വേറെ അനത്തിക്കൊണ്ട് വാ. ஆமென். சாய்க்கு கொஞ்சம் சீனி அதிகமான போது குஞ்சுமோளே இது போதாது, வேற ஒரு டீ எடுத்துக்கொண்டு வா என்று. ഒരു നല്ല വാക്ക് പറയത്തില്ല, ஒரு நல்ல வார்த்தை சொல்வதில்லை. കുറ്റമുണ്ട് മൈക്ക് കൂടെ വിളിച്ചു പറയും. குறை இருக்குமானால் அது மைக்கு வழியாய் அழைத்து சொல்வது. സംഭവം എന്നാ നടന്നേ? சம்பவம் என்ன நடந்தது? 4 നാൾക്ക് മുമ്പ്, 4 നാட்களுக்கு മുൻപ് പൊട്ടിത്തെറിച്ചത് എപ്പോഴാണ്? அது வெடித்து சிதறியது எப்பொழுது? നനഞ്ഞിരിക്കുന്ന പടക്കവും ഇതുപോലുള്ള സമയത്ത് പൊട്ടിപ്പോകും. நனைந்திருக்கிறதான வெடியும் இதே மாதிரி தான் வெடிக்கும். എന്റെ സഹോദരങ്ങളെ, என்னுடைய சகோதரர்களே, ഇതൊക്കെ പഴയ മനുഷ്യന്റെ പ്രതികരണങ്ങളാണ്. இதெல்லாம் பழைய மனிதனுடையதான எதிர்வினைகள். கோபத்தில் നാശത്തിലേക്ക്, அழிவை நோக்கி, ബന്ധങ്ങളുടെ നാശത്തിലേക്ക്, அவன் ഉറവുകളുடைய അഴിവുക്ക് നേരാக, ഉപദ്രവത്തെ നോക്കി. നാം ഒരാളെ കൈകൊണ്ടടിച്ച് ഉപദ്രവിക്കുന്നതിൽ എത്രയോ കഷ്ടമായിട്ടാണ് വാക്കുകൊണ്ട് മറ്റുള്ളവരെ വെട്ടിമുറിക്കുന്നത്. நாம் கரங்களினால் ஒருவரை அடிப்பதை விட எவ்வளவு மோசமானது நம்முடைய வார்த்தையினால் மற்றவர்களை காயப்படுத்துவது. ദുരാഗ്രഹങ്ങൾ, துரிச்சைகள், ദുർമോഹങ്ങൾ, மோகங்கள், അടക്കി വെക്കാത്ത കോപങ്ങൾ, அடக்கி வைக்க முடியாத கோபங்கள், ഇതൊക്കെ മനുഷ്യനെ കെട്ടിയിട്ടിരിക്കുകയാണ്. இவைகள் எல்லாம் மனிதனை கட்டி வைத்திருக்கிறது. മനുഷ്യനെ അടിമയാക്കി വെച്ചിരിക്കുക. மனிதனை அடிமையாக்கி வைத்திருக்கிறது. ഇതിൽ നിന്നെല്ലാം പ്രവർത്തിക്കുന്ന വിമോചനമില്ലാത്തവരുടെ മേൽ ദൈവത്തിന്റെ കോപം വരികയാണ്. இதிலிருந்தெல்லாம் விடுதலை பெற முடியாதவர்கள் மேல் தேவ கோபம் உண்டாகும். ഇവനെ ഉരിഞ്ഞു കളയുക. இவைகளை எல்லாம் உரிந்து விட வேண்டும். നമ്മൾ എങ്ങനെയാ തുടങ്ങിയത്? நாம் எப்படி ஆரம்பித்தோம்? നമ്മളാരും ലുങ്കിയും നൈറ്റി ഇട്ടോണ്ട് വന്നിട്ടില്ല. நாம் யாரும் ലുങ്കിയും നൈറ്റിയും போட்டுக்கொண்டு வரவில்லை. നമ്മളെ പുത്തൻ ലുങ്കി, പുത്തൻ സാരി എടുത്തു, പുത്തൻ സാരി എടുത്തു, പുതിയതാണ് சேலை എടുത്തു. സഭായോഗത്തിന് വരുമ്പോഴാണ് അറിഞ്ഞത് അയ്യോ ഒരു കപ്പ് കാപ്പി കൂടി ഇട്ടോണ്ട് പോകാവുന്ന. അവൻ அதாவது சபை கூட்டத்துக்கு வரும்போது தான் தோன்றது ஒரு கப்பு കാപ്പി ആറിക്കുമ്പോൾ പൂച്ച ഒരു ചാട്ടം. അവൻ കാപ്പി ആറിപ്പോവதற்கு പൂனை ഒരു കാരണം. പൂച്ച എങ്ങാണ്ടൊരു പാറ്റായോ എലിയോ എല്ലാം കണ്ട് ചാടിയതാ. പൂனை ഒരു പാച്ചായോ ഒരു എലിയോ പാർത്ത് വിട്ട് ചാടുന്നത്. പൂച്ച ചാടുമ്പോൾ നമ്മുടെ ദേഹത്ത് തട്ടി ഈ ആറിക്കുന്ന കാപ്പി നമ്മുടെ പുതിയ സാരിയുടെ മണ്ട വീണു. அந்த பூனை அது பிடிப்பதற்காக அது குதித்த போது அந்த பூனை கையில பட்டு அந்த காப்பி நம்ம மேலே சிந்தினது. ആ സാരി എടുത്തോണ്ട് 70 വയസ്സ് കഴിഞ്ഞ അമ്മച്ചി യോഗത്തിന് വരുവോ? அந்த டீ சிந்தினதான அந்த சேலையை உடுத்துக்கொண்டு 70 வயதை தாண்டினதான அம்மச்சி நீங்கள் வருவீர்கள் ஆராதனைக்கு? 17 20 വയസ്സുള്ള കൊച്ചാണ് ക്ഷമിക്കാം. 75 വയസ്സ് കഴിഞ്ഞ അമ്മച്ചി ആ സാരി ഉടുത്തോണ്ട് യോഗത്തിന് വരത്തില്ല. 17 20 വയതാன வாலிபர்களா இருந்தா விட்டு விடலாம். ஆனா 75 வயதை
ஆண்டின அம்மச்சி எப்படி வருவீர்களா? അപ്പൊ താഴെ മോൻ കാർ സ്റ്റാർട്ട് ചെയ്ത് ഓൺ അടിച്ചോണ്ടിരിക്കുക. அவன் மகன் காரை ஸ்டார்ட் பண்ணி விட்டு அவர் ஆன் அடித்துக் கொண்டிருக்கிறார். അമ്മ ഇറങ്ങി വാ, அம்மா சீக்கிரம் வாருங்கள், സീറ്റ് കിട്ടത്തില്ല, இடம் கிடைக்காது, പാർക്കിംഗ് കിട്ടത്തില്ല, அவர் இடம் கிடைக்காது, ചെല്ലുമ്പോഴത്തേക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പ് കഴിയും, போகும்போது ஆராதனை முடிந்துவிடும். അമ്മച്ചി അലമാരി തപ്പി പുതിയ സാരി ഉടുത്തോണ്ടേ വരത്തുള്ളൂ. அம்மச்சி அலமாரியை தேடி அவர்கள் துணியை எடுத்து உடுத்திக் கொண்டுதான் வருவார்கள். ശരിയോ തെറ്റോ പറഞ്ഞത്? நான் சொல்வது சரியா தவறா? പഴയതിനെ, பழையதை, കറ പിടിച്ചതിനെ, கரையுள்ளதை, കറി പുരണ്ടതിനെ, கரை புரண்டதை, കാപ്പി വീണതിനെ, காப்பி சிந்தினதை, അതിനെ ഉരിഞ്ഞു കളയുക. அதை களைந்து போட வேண்டும். കെട്ടതിനെ ഉരിഞ്ഞു കളയുക. அவன் தேவையில்லாத களைந்து போட வேண்டும். ആദാമ്യ മനുഷ്യനെ അവന്റെ രാഗമോഹങ്ങളോടുകൂടെ ഉരിഞ്ഞു കളയുക. ஆதாமையும் அவனுடைய துரிச்சைகளையும் அவன் களைந்து போட வேண்டும். ദൈവകോപം വിളിച്ചു വരുത്തുന്ന ആഗ്രഹങ്ങളെയും പ്രവൃത്തികളെയും ഉപേക്ഷിച്ചു കളയുക. தேவ கோபத்துக்கு காரணமாய் இருக்கிற இச்சைகளையும் ஆசைகளையும் களைந்து போட வேண்டும். എന്തുകൊണ്ട്? இதற்காக ദൈവത്തിന്റെ പ്രതിമയായി തീരുവാ. தேவனுடைய சாயலாக மாறுவதற்கு. നിങ്ങൾ കണ്ണാടി ഉപയോഗിക്കുന്ന ഒരു കണ്ണാടി ഒന്ന് നോക്കിക്കേ. நீங்கள் கண்ணாடி பயன்படுத்துகிற கண்ணாடி கொண்டு வந்திருக்கிறீங்களா? ஒரு கழட்டி காட்டுங்க. അല്ലേ, സഹോദരനൊക്കെ കണ്ണാടി കണ്ണയിലല്ല തലയിലാ വെക്കുന്നേ. சகோதரர்கள் எல்லாம் கண்ணாடியை கண்ணிலே வைப்பதில்லை, தலையிலே வைப்பார். കണ്ണാടി ഉള്ളവരെല്ലാം കണ്ണാടി എടുത്ത് കൈ പൊക്കി പിടിച്ചു. கண்ணாடி வைத்திருக்கிற கண்ணாடிகள் எடுத்து கரங்களிலே അപ്പൊ തിരിച്ചു വെക്കാൻ അറിയാവുന്നവർ പൊക്കിയാ മതി. அதாவது திரும்பி அதிலே கரெக்டா வைக்க தெரிந்தவர்கள் கழட்டி எடுங்க. ഇനി നമ്മുടെ കാണാത്ത കണ്ണുകൊണ്ടാന്നല്ലേ കണ്ണാടി ഒന്ന് നോക്കിക്കേ. இந்த காணாத கண்களை கொண்டு கண்ணாடியை கவனியுங்கள். നമ്മുടെ ചില കണ്ണാടിയിലൊക്കെ நம்முடைய சில கண்ணாடிகளில் ഇച്ചിര അഴുക്കൊക്കെ ഇരിപ്പുണ്ട്. கொஞ்சம் அழுக்கெல்லாம் இருக்கிறது. അതുകൊണ്ടാണ് നമുക്ക് വായിച്ചാ കാണാൻ മേലാത്ത. ஆகினால் தான் வாசிக்கும் போது தெளிவாக தெரிவதில்லை. നമ്മൾ പറയാം, എന്റെ മക്കളെ കണ്ണ് പറ്റുന്നില്ലല്ലോ, ആ ലൈറ്റ് ഒന്നുകൂടെ നിട്ടേ. நாம் சொல்லுவோம், பிள்ளைகளை கண் நல்லா தெரியவில்லை, அந்த கொஞ்சம் லைட், ஒரு லைட்டை கூட போடுங்கள் என்று சொல்லுவோம். വല്യപ്പച്ച, കണ്ണിന്റെ കുഴപ്പമല്ല, കണ്ണാടി തുടച്ചിട്ട് കാലങ്ങളായി. ஆமென். அப்பொழுது பிள்ளைகள் சொல்வார்கள், தாத்தா கண்ணாடிக்கு, அதாவது கண்ணுக்கு பிரச்சனை இல்லை, கண்ணாடியை துடைத்து நாட்களாகி விட்டது. കൊച്ചുമോൻ വല്യപ്പച്ചന്റെ കണ്ണാടി എടുത്തു. ஆமென். குழந்தை, பேர குழந்தை தாத்தாவுடைய கண்ணாடி எடுத்தது. അവൻ അത് ലെൻസ് ക്ലീനർ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്തു. அவன் அதை லென்ஸ் கிளீனரை பயன்படுத்தி அதை கிளீன் செய்தான். അതെല്ലാം ക്ലീൻ ചെയ്ത് അവൻ കൊണ്ട് അപ്പച്ച ഇനി ഒന്ന് നോക്കിയേ. அவன் எல்லாம் கிளீன் செய்து விட்டு தாத்தாவிடத்தில் கொடுத்து, இப்போ இதை போட்டு பாருங்கள் என்று എന്റെ മക്കളെ ഇപ്പൊ നല്ലപോലെ തെളിഞ്ഞു കാണുന്നല്ലോടാ. என்னுடைய பிள்ளை இப்பொழுது நன்றாய் தெரிகிறது. എന്റെ മക്കളെ, നീ എന്നതാടായി കണ്ണാടിയെ കാണിച്ചേ? நீ என்ன செய்தாய்? മനസ്സിലായല്ലോ? புரிந்ததா நான் சொன்னது? നമ്മുടെ കാഴ്ചയ്ക്ക് ചില കുറവുകൾ കണ്ണാടിയിലെ അഴുക്ക് നിമിത്തം വന്നിട്ടുണ്ട്. நம்முடைய பார்வைக்கு சில குறைகள் நம்முடைய கண்ணாடியில் இருக்கிற அழுக்கின் மூலமாய் உண்டாயிருக்கு. അഴുക്കും വിഴുപ്പും തുടച്ചു കളയണം. அழுக்கையும் கரைகளையும் துடைத்து விட வேண்டும். പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. பழைய மனிதனை களைந்து போட வேண்டும். ഈ ആദാമിനെ ധരിച്ചോണ്ട ക്രിസ്തുവിനെ കാണാൻ സാധിക്കത്തില്ല. இந்த ஆதாமை தரித்துக் கொண்டு கிறிஸ்துவை பார்க்க முடியாது. ദുരാഗ്രഹങ്ങളെ വെച്ചോണ്ട ക്രിസ്തുവിനെ ആസ്വദിക്കുവാൻ കഴിയുകയില്ല. துர்ச்சைகளை வைத்துக் கொண்டு இயேசுவை அனுபவிக்க முடியாது. ദുർമോഹങ്ങൾ വെച്ചുകൊണ്ട് അവന്റെ പ്രതിമയായിരിക്കുവാൻ കഴിയുകയില്ല. அவன் துர்ச்சைகளை வைத்துக் கொண்டு தேவனுடைய பிரதிநிதியாய் அவர் சாயலாய் இருக்க முடியாது. ഹൃദയത്തിൽ വിശുദ്ധിയില്ലാതെ, இருதயத்தில் பரிசுத்தம் இல்லாமல், മനസ്സിനകത്ത് വിശുദ്ധിയില്ലാതെ, மனதில் பரிசுத்தம் இல்லாமல், പേഴ്സിനകത്ത് വിശുദ്ധിയില്ലാതെ, பர்சிலே பரிசுத்தம் இல்லாமல், ഈ പേഴ്സിനകത്ത് വിശുദ്ധിയില്ലാതെ, பேட்ஸிலே பரிசுத்தம் இல்லாமல், ബാങ്കിനകത്ത് വിശുദ്ധിയില്ലാതെ, பேங்கிலே பரிசுத்தம் இல்லாமல், വസ്തുവിന്റെ പ്രമാണങ്ങൾക്കുള്ളിൽ വിശുദ്ധിയില്ലാതെ, அவனுடைய வஸ்துவினுடைய பிரமாணத்தில் பரிசுத்தம் இல்லாமல் നിനക്ക് ദൈവത്തിന്റെ കണ്ണാടി ആയിരിക്കുവാൻ സാധിക്കത്തില്ല. நீ தேவனுடைய கண்ணாடியாக இருக்க முடியாது. സക്കായി എന്താ ചെയ്തേ? சகையு என்ன செய்தான்? സക്കായി യേശുവിനൊന്ന് കാണണം. இயேசுவை காண வேண்டும் என்று சகையு விரும்பினார். ദൈവത്തെയോ ദൈവ പ്രതിമയോ കാണാനല്ല അവൻ ഓടിയത്. தேவனையோ தேவனுடைய சாயலையோ பார்க்க அவன் விரும்பவில்லை. അന്നാട്ടിലെ അത്ഭുതങ്ങൾ ചെയ്യുന്ന നല്ലൊരു പ്രവാചകനെ കാണാനാണ് അവൻ ഓടിയത്. அந்நாட்களிலே அந்த ஊரிலே அற்புதங்களை செய்கிற ஒரு தீர்க்கதரிசியை பார்க்க விரும்பினார். അവൻ അത്തിമരത്തിന് മണ്ടയിൽ കയറി. அவன் அத்திமரத்தின் மேலே ஏறினான். യേശുവോട് വന്നു. இயேசு வந்தார். ഇറങ്ങി വരാൻ പറഞ്ഞു. கீழே இறங்கி வா என்று சொன்னார். ഇറങ്ങി വന്നു. இறங்கி வந்தார். ഞാൻ വിചാരിക്കാം, ഞാനായിരുന്നു സക്കായി എന്ന് വരികയും നേരെ ഡിസ്പെൻസറി പോകണം, മരത്തെ കയറാനും അറിയത്തില്ല ഇറങ്ങാനും അറിയാത്തത് കൊണ്ട് നമ്മൾ ഇറങ്ങി വരുന്ന ആ സ്പീഡിൽ നെഞ്ചത്തെ തൊലി എല്ലാം പോയി കാണുവാൻ. நான் சகைவாய் இருந்தால் நாம் இறங்கி வந்த உடனே ஹாஸ்பிட்டலுக்கு சென்றிருக்க வேண்டும். ஏனென்றால் ஏறவும் இறங்கவும் தெரியாமல் வேகமாக இறங்கி சரீரம் முழுவதும் காயங்கள் ஏற்பட்டு ഇറങ്ങി ഓടി വന്നു. உடனே இறங்கி வந்தார். സക്കായിയോട് യേശു പറയാ, சகைவை பார்த்து இயேசு சொன்னார், ഞാൻ നിന്റെ വീട്ടിലോട്ട് വരിക. நான் உன்னுடைய வீட்டிற்கு வருகிறேன்.
ഞാൻ ഇന്ന് നിന്റെ അതിഥിയാകുക. நான் இன்று உன்னுடைய விருந்தினராக விரும்புகிறேன். ടെലസ്കോപ്പിൽ കൂടെ യേശുവിനെ കാണാൻ നോക്കിയ സക്കായിക്ക് അടിച്ച ലോട്ടറിയെ യേശു പറയാ നിന്റെ വീട്ടിലോട്ട് ഞാൻ വരികയാണ്. டெலஸ்கோப் வழியாக இயேசுவை பார்க்க விரும்பின சகையுவுக்கு அடித்ததான ஒரு பெரிய லாட்டரி என்னவென்றால் இன்றைக்கு நான் உன்னுடைய வீட்டிற்கு வருகிறேன் என்று இயேசு சொன்னது. സക്കായി എന്നാ പറഞ്ഞേ? சகையு என்ன சொன்னார்? എന്തോ ഒരു വലിയ മാനസാന്തരമാ, எப்படிப்பட்டதான ஒரு பெரிய மனம் திரும்புதல். പഴയതിനെ അവൻ എങ്ങനെ ഉരിഞ്ഞു കളഞ്ഞേ? பழையவைகளை எப்படி அவர் களைந்து போட்டார்? സക്കായി പറഞ്ഞു, കർത്താവേ ഞാനൊരു പണം പിരിവുകാരനാണ്, ഞാനൊരു ഇൻകം ടാക്സ് ഓഫീസറാണ്. ஆண்டவரே நான் அவன் பணம் பிரிக்கிறவன், நான் ஒரு இன்கம் டாக்ஸ் ஆபீசரா இருக்கிறேன். എന്റെ ഉള്ള സ്വത്ത് ഒത്തിരി പിടിച്ചു പറിച്ചെടുത്തതാ. என்னுடைய சொத்தில் இருக்கிறது அதிகமானதும் அநேகரிடத்திலே தவறாய் வாங்கினது, അന്യായമായി പിടിച്ചു പറിച്ചു அநியாயமாய் வாங்கினது. പിടിച്ചു പറിച്ചതിന് 4 ഇരട്ടി നഷ്ടപരിഹാരം കൊടുക്കാൻ പോവുക. நான் எவைகளை எல்லாம் தவறாய் வாங்கினேனோ அவைகளுக்கு 4 மடங்கு திரும்ப கொடுக்கிறேன். എന്നിട്ട് എന്നാ പറയുന്നേ? திரும்ப என்ன சொல்லுகிறார்? എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക്, என்னுடைய சொத்தில் பாதியை நான் ஏழைகளுக்கு கொடுக்கிறேன். അപ്പൊ ഈ യേശുവിനെ കണ്ടുകൊണ്ട് സക്കായി ധനികനായോ ദരിദ്രനായോ? இது இயேசுவை பார்த்ததினாலே சகையு ஐஸ்வர்யவானாய் மாறினானா, அவன் ஏழையாக மாறினானா? സക്കായിയുടെ കാറ് മാറിയോ? சகையுடைய கார் மாறினதா? സക്കായിയുടെ വീട് മാറിയോ? சகையுடைய வீடு மாறினதா? സക്കായി പുതിയ ക്ലബിൽ മെമ്പർ ആയോ? சகையு கமிட்டியில மெம்பர் ஆனானா? സക്കായിക്ക് എന്താ പറ്റി? சகைக்கு என்ன நடந்தது? സക്കായിയുടെ സ്വത്ത് നേർ പകുതിയായി, சகையுடைய சொத்து பாதியாய் மாறினது. അന്യായമായി പിടിച്ചു പറിച്ചത് കൊടുത്തേച്ച് அவன் அநியாயமாய் வாங்கினதெல்லாம் கொடுத்து விட்டு, ന്യായമായതിൽ പകുതി കൊടുത്തിട്ട് நியாயமானவைகளில் பாதியை கொடுத்து விட்டு, സക്കായി തീരുമാനിച്ചു ഞാൻ എന്നെ പോലെ എന്റെ അയൽക്കാരനെ സ്നേഹിക്കും. சகை தீர்மானித்தான், நான் என்னை போல என்னுடைய அருகிலுள்ளவனை நான் சிநேகிப்பேன். ഞാൻ എന്റെ ദൈവത്തെ എന്റെ വസ്തുവകകൾ കൊണ്ട് സ്നേഹിക്കും. நான் என்னுடைய தேவனை என்னுடைய வஸ்துக்களை கொண்டு நான் கர்த்தரை நேசிப்பேன். സക്കായിയുടെ പേഴ്സിനകത്ത് യേശുവിന്റെ കൈ വന്ന് വീണു. சகையுடைய பேர்சிலே இயேசுடைய கை பிடித்தது. മരത്തേൽ ഇറങ്ങി കേറിയപ്പോൾ അവൻ വലിയ ധനികനായിരുന്നു. மரத்திலே ஏறின போது ஐஸ்வர்யவானாயிருந்தான். വീട്ടിൽ യേശു വന്നു കഴിയുന്നപ്പോൾ യേശുവിന്റെ കൈ അവന്റെ പേഴ്സിനെ തൊട്ട് വിശുദ്ധീകരിച്ചു. வீட்டிலே வந்தபோது இயேசுடைய கை அவனுடைய பர்சிலை தொட்டு பரிசுத்தப்படுத்தினது. അശുദ്ധമായ പഴയതിനെ അവൻ ഉരിഞ്ഞു കളഞ്ഞു. அசுத்தமான பழையவைகளை அவன் களைந்து போட்டான். ക്രിസ്തുവിനെ അവന്റെ പേഴ്സിന്റെ മേൽ അവൻ ആവഹിച്ചു. கிறிஸ்துவுடைய கை அவனுடைய பேர்சின் மேல் பட்டது. അവൻ ഒരു പുതിയ സൃഷ്ടിയാ, அவன் ஒரு புதிய சிருஷ்டியாக மாறினான். വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, அன்புக்குரிய சகோதர சகோதரிகளே, പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞ് பழையவைகளை களைந்து போட்டு പുതിയതിനെ ധരിക്കുമ്പോൾ മാത്രമേ, புதியவைகளை அவன் அணிந்து கொள்ளும் போது மட்டுமே, ഉരിഞ്ഞു കളയുമ്പോൾ മാത്രമേ, களைந்து போடும் போது மட்டுமே ഒരു കണ്ണാടി പോലെ ദൈവത്തെ പ്രതിബിംബിപ്പിക്കുവാൻ ஒரு സാധിക്കും. கண்ணாடியை போன்று தேவனை வெளிப்படுத்த முடியும். ദൈവത്തിന്റെ മുഖമായി തീരുവാൻ സാധിക്കൂ. தேவனுடைய முகமாய் மாற முடியும். അദൃശ്യനായ ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. காண முடியாத தேவனை நாம் வெளிப்படுத்த முடியும். ജീവനുള്ള സത്യദൈവത്തെ പ്രതിനിധീകരിക്കുവാൻ സാധിക്കും. ஜீவனுள்ள தேவனுக்கு நாம் பிரதிநிதியாக இருக்க முடியும். നമ്മുടെ സാക്ഷ്യത്തിന് ആധികാരികതയും വിശ്വസ്തതയും ഉണ്ടായി വരികയും, நம்முடைய சாட்சிக்கு உண்மையும் பரிசுத்தமும் இருக்க வேண்டும். നാം എന്താണ് പാസ്റ്ററിൽ കൂടെ പ്രസിഡൻഷ്യൽ സ്പീച്ചിൽ കേട്ടത്? நான் பாஸ்டர் பிரசங்கம் பண்ணும்போது என்ன கேட்டோம்? ദൈവത്തിന്റെ കരുണ, தேவனுடைய கருணை, ദൈവത്തിന്റെ കൃപ, தேவனுடைய கிருபை, ദോഷികളായിരുന്ന നമ്മെ വിളിച്ച് அவன் மோசமாக இருந்தவர்களாகி நம்மை அவர் அழைத்து, സുവിശേഷത്താൽ കൃപയാൽ കഴുകി, சுவிசேஷத்தினால் கிருபையினால் கழுகி, വെടിപ്പാക്കി, பரிசுத்தமாக்கி, നീതീകരിച്ച്, நீதிமான்களாக்கி, പാപമോചനം നൽകി, பாவத்திலிருந்து விடுதலை தந்து, പുതു സൃഷ്ടിയാക്കി മാറ്റി, புது சிருஷ்டியாக மாற்றி, ദൈവത്തിന് അനുരൂപരാക്കി മാറ്റുന്നു. தேவனுடைய சாயலுக்கு ஒப்பாக மாற்றினார். ആകയാൽ ദൈവം നമ്മോട് പറയുകയാ, ஆகையால் தேவன் நம்மை பார்த்து சொல்கிறார், പഴയതിനെ ഉരിഞ്ഞു കളയുക, பழையவைகளை களைந்து போடுங்கள், ദൈവപ്രതിമയായ ക്രിസ്തുവിനെ ധരിക്കുക. தேவனுடைய சாயலாய் இருக்கிற கிறிஸ்துவை தரித்துக் கொள்ளுங்கள். ഇതിന് ദിവസവും ട്രെയിനിങ് വേണം. இது தினந்தோறும் நாம் செயல்படுத்த வேண்டும். നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം. ஒவ்வொரு நாளும் நாம் புதுமையாக்க வேண்டும். ഒരിക്കൽ കവാത്തി ചവിട്ടാൻ പഠിച്ചാൽ, ஒரு முறை கவாத்து மிதிக்க படித்தால், ഒരിക്കൽ പിയാനോ വായിക്കാൻ പഠിച്ചാൽ, ஒரு முறை பியானோ வாய்க்க ഒരിക്കൽ கற்றுக்கொண்டால், ബാസ്കറ്റ്ബോൾ കളിക്കാൻ പഠിച്ചാൽ, ஒரு முறை பாஸ்கெட் பால் கற்றுக்கொள்ள படித்தால், നമുക്ക് വല്ലപ്പോഴും എറിയാൻ സാധിക്കുമായിരിക്കും. ஒருவேளை எப்பொழுதாவது நம்மால் எறிய முடியும். ഒരു ടീമിൽ കളിക്കണമെങ്കിൽ, ஒரு டீமிலே விளையாட வேண்டுமானால், ഒരു ക്വയറിൽ പാടണമെന്ന് വരികിൽ, ஒரு கொயரிலே பாட வேண்டுமேயானால், പരിശീലനമായി
ആവശ്യമാണ്. അവൻ പயிற்சி மிக அவசியம். ദിനേനയുള്ള പരിശീലനം ആവശ്യമാണ്. தினந்தோறுமுள்ள பயிற்சி அவசியம். ഈ പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞ് நீ பழையவைகளை களைந்து போட்டு പുതിയതിനെ ധരിക്കുക എന്ന് പറയുന്നത് புதியவைகளை தரித்துக்கொள் என்று சொல்வது. ദിവസേന നാൾക്കുനാൾ ഉണ്ടാകേണ്ട ഒരു സമർപ്പണവും இது தினந்தோறும் நாளுக்கு நாள் புதுமையாக்க வேண்டிய ஒன்று. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് தேவனுடைய பரிசுத்த ஆவியானவர் നിങ്ങളെ അതിന് സഹായിക്കട്ടെ. அவர் உங்களுக்கு உதவி செய்வார். ദൈവകോപത്തിന്റെ പ്രവൃത്തികളെ, தேவ கோபத்திற்கு காரணமான கிரியைகளை, ആദാമിന്റെ പ്രതിച്ഛായയെ, ஆதாமுடைய சாயலை, നാശത്തിന്റെ ആഗ്രഹങ്ങളെ, அவன் அழிவினுடைய விருப்பங்களை, വഞ്ചനയുടെ പ്രവൃത്തികളെ, வஞ்சனையுடைய செயல்களை, അതിനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് அவைகளை எல்லாம் களைந்து போட்டு ദൈവപ്രതിമയെ ധരിക്കുവാൻ, தேவனுடைய சாயலை அணிந்து கொள்ள, ദൈവത്തിന്റെ മുഖം കാണിച്ചു കൊടുക്കുവാൻ, தேவனுடைய முகத்தை காண்பித்துக் கொடுக்க, ദൈവത്തിന്റെ ആധികാരികതയും അനുഗ്രഹവുമുള്ള പ്രതിനിധികളായി തീരുവാൻ, தேவனுடைய அவன் அடிப்படையான அவன் அதிகாரமுள்ளவர்களாய் ஆசீர்வதிக்கப்பட்டவர்களாய் പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരട്ടെ. பரிசுத்த ஆவியானவர் உங்கள் மேல் வருவாராக. അവൻ നിങ്ങളുടെ മനസ്സുകളെ വിശുദ്ധമാക്കട്ടെ. அவர் உங்களுடைய மனதை பரிசுத்தமாக்குவாராக. അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ വെടിപ്പാക്കട്ടെ. அவர் உங்களுடைய இருதயங்களை பரிசுத்தமாக்குவாராக. അവൻ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. அவர் உங்களுடைய தனிப்பட்ட உறவுகளை பரிசுத்தப்படுத்துவாராக. അവൻ ഈ കണ്ണാടിയിലെ വിഴുപ്പെല്ലാം തുടച്ചു മാറ്റട്ടെ. அவர் உங்களுடைய கண்ணாடியில் உள்ள அழுக்குகளை எல்லாம் சுத்தப்படுத்துவாராக. ദൈവപുത്രനെ കാണുവാൻ, தேவகுமாரனை பார்க்க, ദൈവ സ്വഭാവത്തെ കാണുവാൻ, தேவ சுபாவத்தை காண, ദൈവ സ്വഭാവത്തിൽ പങ്കുചേരുവാൻ தேவனுடைய சுபாவத்தில் பங்காளியாக ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. தேவனுடைய பரிசுத்த ஆவியானவர் உங்களுக்கு உதவி செய்வாராக. ഇന്നത്തെ പ്രസംഗത്തിന്റെ ഭാഗം ഒന്ന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. இன்றைக்குள்ள பிரசங்கத்தினுடைய பகுதி ஒன்றுதான் ஆயிருக்கிறது. വൈകിട്ട് കർത്താവിന് വെച്ചാൽ രണ്ടാം ഭാഗം അറിയിക്കുന്നതാണ്. தேவன் அனுமதித்தால் இரண்டாவது பகுதியை சாயங்காலம் கேட்கலாம். Praise the Lord.